എൻ്റെ പേര് ഇഗ്നേഷ്യസ് പെരേര എന്നാണ്. ഞാൻ കൊല്ലത്തുകാരനാണ്. കൊല്ലത്ത് കടപ്പാക്കടയിലാണ് എൻ്റെ കുടുംബ വീടൊക്കെ. ഞാൻ പഠിച്ചത് ഇവിടെ തങ്കശ്ശേരി ഇൻഫൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ പഠിച്ചു. സ്കൂളിംഗ് അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഫാത്തിമ കോളേജിലായിരുന്നു. പിന്നീട് ഡിഗ്രിക്ക് ഞാൻ എറണാകുളത്ത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലായിരുന്നു. അപ്പോൾ അവിടെ ആൽബർട്ട്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ചില മത്സരങ്ങളൊക്കെ വന്നു. എസ്സേ റൈറ്റിംഗ്, പിന്നെ പോയിട്രി റൈറ്റിംഗ് എന്ന മത്സരങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് കൊച്ചിലേ ഉണ്ടായിരുന്ന ഒരു എഴുത്തിൻ്റെ വാസന ആ മത്സരത്തിൽ കൂടി പ്രകടിപ്പിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടി. അതിന് നല്ല അംഗീകാരവും കിട്ടി. ഒരു 2 ഫസ്റ്റ് പ്രൈസും ഒക്കെ അന്നത്തെ കാലത്ത് കിട്ടിയതാണ്. അപ്പോൾ ഇതെനിക്ക് എഴുത്തിനോടുള്ള ഒരു 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 അടുപ്പം വർദ്ധിപ്പിക്കാനിടയായി. അപ്പോഴാണ് എനിക്കൊരു തോന്നൽ തനിയെ ഉണ്ടായത്, വൈ നോട്ട് ഗോ ഫോർ റൈറ്റിംഗ്. അപ്പോൾ ആ റൈറ്റിങ്ങിന് ഒരു ഉപജീവന മാർഗവും ആവണം. അതിന് ഏറ്റവും ബെസ്റ്റ് അവന്യൂ ജേർണലിസമായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചതുകൊണ്ട് മലയാളത്തിന് ഒരല്പം പ്രയാസങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് എഴുത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എനിക്ക് ഉള്ള ഒരേ ഒരു അവന്യൂ, അഥവാ ഈ എഴുത്തിൻ്റെ രംഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ജേർണലിസം മാത്രമായിരുന്നു. അപ്പോൾ അത് ലക്കെന്ന് പറയട്ടെ, അന്ന് ബോംബെയിൽ ഒരു ജേർണലിസ്റ്റായിട്ട് നല്ലപോലെ വർക്ക് ചെയ്ത ഒരു പി വേണുഗോപാൽ, വി വി വേണുഗോ വി പി ഇനിഷ്യലി എനിക്കിപ്പോൾ മറന്നുപോയി. 83 എറണാകുളത്ത് വന്നിട്ട് ഒരു വീക്കിലി തുടങ്ങി, ഇംഗ്ലീഷ് വീക്കിലി, ഇൻക്വസ്റ്റ് എന്നും പറഞ്ഞു. ആ വീക്കിലിയിൽ ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ എന്നോട് ഒരു 2 റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. ഞാനത് കൊടുത്തു. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. അത് ഇൻവെസ്റ്റിഗേറ്റീവ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ഇവിടെ KMML കുറിച്ചുള്ള KMML കെട്ടി വരുന്ന സമയമായിരുന്നു. അപ്പോൾ അത് കൊടുത്ത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിൽ കയറി. പക്ഷേ അത് അധികം നാൾ നിന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കൊല്ലത്ത് തന്നെ എൻ്റെ കൂടെ സ്കൂളിൽ സീനിയറായിട്ട് പഠിച്ച ഒരു രഞ്ജിത്തുണ്ട്. രഞ്ജിത്ത് അന്ന് അവിടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കോമേഴ്സ് ഡെസ്കിൽ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുക. പാർട്ട് ടൈമായിട്ട് റോയിട്ടേഴ്സിലും രഞ്ജിത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം രഞ്ജിത്ത് ആ സമയത്ത് ലീവിന് കൊല്ലത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ രഞ്ജിത്തിൻ്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിച്ചു, ബോംബെയിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് ബോംബെ പോയാലേ രക്ഷപ്പെടത്തുള്ളൂ ഇംഗ്ലീഷ് ജേർണലിസം. അന്ന് ഈ കേരളത്തിൽ അത്ര വലിയ ഇംഗ്ലീഷ് ഒരേ ഒരു പത്രം ഒന്നും ഉണ്ടായിരുന്നുള്ളൂ, അത് ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു. അതെപ്പോഴും ഹൗസ്ഫുള്ളാണ് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ഹിന്ദു വരുന്നത് മധുരയിൽ നിന്നായിരുന്നു അന്ന്. അപ്പോൾ ഹിന്ദു അത്ര പോപ്പുലർ അല്ലെങ്കിലും വേണ്ടുന്നവരൊക്കെ അത് വായിക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടെ എത്തുമ്പോൾ തന്നെ 10 മണിയാവും. അപ്പോൾ അങ്ങനെ രഞ്ജിത്ത് പറഞ്ഞ് അവിടെ വന്ന് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജിത്തിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ബോംബെക്ക് വണ്ടി കയറുന്നത്. അത് അന്നത്തെ കാലത്തെ ജയന്തി ജനതയായിരുന്നു. ഈ ജയന്തി ജനതയുടെ ഒരു യാത്ര തന്നെ ഒരു വലിയ അഡ്വഞ്ചറസ് യാത്രയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കൊല്ലത്തുനിന്ന് വിട്ടാൽ മറ്റന്നാൾ രാവിലെ അത് ബോംബെ എത്തും. പിന്നെ അടുത്ത ദിവസം ഒരു ഫുൾ ഡേ ഏതാണ്ട് പിന്നെ മരുഭൂമി കൂടെ ഉള്ള യാത്ര പോലെയാണ്. ഈ പല പ്രദേശങ്ങളും കണ്ടാൽ ഡെസേർട്ട് ലുക്കാണ്. ഈ ആന്ധ്ര, കർണാടക, ഈവൻ മഹാരാഷ്ട്ര. അങ്ങനെ അവിടെ പോയി ഇറങ്ങി എനിക്ക് തോന്നുന്നൊരു 2 മാസം നിൽക്കേണ്ടി വന്നു ജോലിയില്ലാതെ. അപ്പം പിന്നെയാണ് രഞ്ജിത്തിൻ്റെ ഒരു റെക്കമെൻഡേഷനിലാണ് എനിക്ക് ദ ഡെയിലി എന്നും പറഞ്ഞൊരു ഇംഗ്ലീഷ് പത്രം, ടാബ്ലോയിഡായിരുന്നു അത് RK കരഞ്ചയുടെ ആണ് അതിൻ്റെ എഡിറ്റർ. ആ പത്രത്തിൽ കിട്ടി. ഇവിടെ കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ബ്രേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കയറി 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ക്രൈം ബീറ്റ് തന്നു. ആ ബീറ്റിൽ എനിക്കൊരുപാട് താല്പര്യം തോന്നി. അതൊരു പല കോണ്ടാക്ട്സിനെയും, നമുക്ക് പോലീസ് ലെവലിലായിരുന്നാലും അല്ലാത്ത ലെവലിലായിരുന്നാലും, ക്രൈം വെച്ചാൽ പോലീസ് മാത്രമല്ല, എല്ലാ ഫീൽഡിലും ക്രൈമുണ്ട്. അപ്പം അങ്ങനെ കുറേ കോണ്ടാക്ട്സൊക്കെ കിട്ടി. അതിൽ ഞാൻ ആ പേപ്പറിൽ കുറച്ച് ശോഭിച്ചെന്ന് തന്നെ പറയാം. ആ ബീറ്റിൽ
അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഡിമാൻഡ് ഒന്ന് കൂടിയപ്പം ദി ആഫ്റ്റർനൂൺ എന്നും പറഞ്ഞൊരു പത്രമുണ്ട്. അത് ബെഹ്റാം കോൺട്രാക്ടർ, പുള്ളിക്കാരനെ ബിസി ബി എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. നർമ്മ കോളംനിസ്റ്റാണ്. പുള്ളിയുടെ ഓൺ പേപ്പറായിരുന്നു ഈ ദി ആഫ്റ്റർനൂൺ. എൻ്റെ ഫുൾ പേര് ദി ആഫ്റ്റർനൂൺ ഡെസ്പാച്ച് ആൻഡ് കൊറിയർ എന്നായിരുന്നു. പക്ഷേ ചുരുക്കത്തിൽ ഇതും മിഡ് ഡേയും ആയിരുന്നു പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പത്രങ്ങൾ ബോംബെയിൽ, ഈ ഉച്ചയ്ക്ക് ഇറങ്ങുന്ന പത്രങ്ങൾ. അപ്പോൾ ഇതിലും ചെന്ന് എനിക്ക് ജോലി കിട്ടി. കുറച്ച് സാലറി ഹൈക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും ക്രൈം ബീറ്റ് തന്നെയാണ് എനിക്ക് തന്നത്. അപ്പം അതിൽ കുറേ നല്ല സ്റ്റോറീസ് അതിൽ ചെയ്തിട്ടുണ്ട് ഞാൻ. ഉദാഹരണത്തിന് വരദാബായി ഞാൻ അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വരദരാജൻ മുതലിയാർ മരിച്ചു പോകുന്നത്. അപ്പോൾ വരദരാജൻ്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റുമൊക്കെ, ധാരാവിയെക്കുറിച്ച് നല്ലൊരു സ്റ്റോറി ചെയ്യാൻ പറ്റി അതിനകത്ത്. പിന്നെ അതിലിരുന്നപ്പം കരഞ്ചിയ ഇതൊക്കെ വായിക്കുന്നുണ്ടായിരുന്നായിരിക്കും. പക്ഷെ പുള്ളിക്ക് ബ്ലിറ്റ്സിലൊരാൾ വേണം. അങ്ങനെ സായിനാഥ് വഴി, എനിക്ക് സായിനാഥിനെ ഞാൻ ഡെയിലിയിൽ ഇരുന്നപ്പോഴേ അറിയാമായിരുന്നു. സായിനാഥ് വഴി എന്നെ വിളിപ്പിച്ചു. ബ്ലിറ്റ്സിൽ എനിക്കൊരു അന്ന് ചീഫ് റിപ്പോർട്ടറായിട്ടൊരു അവസരം തന്നു. അപ്പം പിന്നെ ബ്ലിറ്റ്സിലിരുന്നുള്ള അതും മിക്കവാറും ഇൻവെസ്റ്റിഗേറ്റീവ്, അതിന് ക്രൈം എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ആയിരുന്നു കൂടുതൽ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം, അന്ന് ഞാൻ ഈ ഡെയിലിയിൽ ക്രൈം റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ബോംബെ പോലീസ് കമ്മീഷണറിൻ്റെ ഓഫീസ് കോംപ്ലക്സ് ഉണ്ട്. ഒരു 2-3 ഏക്കറുള്ള ഒരു കോംപ്ലക്സ് ആണത്. അതിനകത്തൊരു പ്രസ് റൂമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ അന്ന് കബ് റിപ്പോർട്ടർ എന്ന് പറയാം. ഒരു ജസ്റ്റ് ബോംബെ തുടങ്ങി വരുന്നതേ അല്ലേ ഉള്ളൂ. അപ്പം വലിയ സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് പേര് ഉള്ള ഒരു പ്രസ് റൂമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ പല ആജി മസ്താൻ്റെയും അങ്ങനെ പല അണ്ടർവേൾഡ് ഡോൺസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. കൂട്ടത്തിൽ വരദാബായും, പിന്നെ അന്ന് വരദാബായിയുടെ തന്നെ ഒരു വലം കൈയായിട്ടുള്ള ഒരു ലെഫ്റ്റനൻ്റ് ആയിരുന്നു കാജാബായി എന്ന് പറയും. പുള്ളി മലയാളിയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരുടെ കഥകൾ കേൾക്കാൻ പറ്റിയ ആൾ. പക്ഷേ അന്നൊന്നും കാരണം ഇവരൊക്കെ ഒരു ദാവൂദുമായിട്ടൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി പല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം ഞാൻ ആ കോമ്പറ്റീഷനിൽ എങ്ങുമല്ല. ഞാനിതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമെന്ന് മാത്രമല്ല, ഞാനൊരു നല്ല ഒരു അണ്ടർവേൾഡ് ഡോണിനെ കാണുന്നത് തന്നെ ഗണപതി ഉത്സവത്തിൻ്റെ അന്നായിരുന്നു. അവിടെ ആ പ്രൊസഷൻ പോകുമ്പം മാട്ടുങ്കാ ഗണപതി ഉണ്ടായിരുന്നു. അതിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ ഫസ്റ്റ് ടൈം കാണുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പം ഒരു ഈ വീഡിയോ ബൂം വന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ. വീഡിയോ ബൂം എന്ന് വെച്ചാൽ വീഡിയോ റൈറ്റ്സ് എടുത്ത് നേരത്തെയൊക്കെ ആൾക്കാർ തിയേറ്ററിൽ പോയി പടം കാണണം. പിന്നെ ആ ട്രെൻഡ് അങ്ങ് മാറി നമുക്ക് വീട്ടിൽ ടി വി വന്നപ്പോൾ VCR VCP ഒക്കെ വന്നു. അപ്പോൾ ഈ വീഡിയോ പാർലറിൽ നിന്ന് പോയി വാടകയ്ക്കെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് കാണാവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ഏതാണ്ട് ഫിലിം പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത്ര ലാഭം തന്നെ ഈ വീഡിയോ റൈറ്റ്സ് എടുക്കുന്ന ആൾക്കും കിട്ടുമായിരുന്നു. അതിൻ്റെ ആ രംഗത്തോട്ട് ദാവൂദ് നേരിട്ട് വന്നില്ലെങ്കിലും ദാവൂദിൻ്റെ ഒരു കമ്പനി ആ രംഗത്തോട്ട് പ്രവേശിച്ചു. അപ്പോൾ ഈ വീഡിയോ റൈറ്റ്സ് ദാവൂദിൻ്റെ കയ്യിലായി. എന്ന് വെച്ചാൽ വേറെ ആർക്കും പോയി എടുക്കാൻ പറ്റത്തില്ല. അത് വിരട്ടിയോ അല്ലാതെയൊക്കെ ത്രട്ടൻ ചെയ്തിട്ട് നല്ല പടങ്ങളുടെ റൈറ്റ്സ് മൊത്തം ഈ ദാവൂദിൻ്റെ കയ്യിലായി. അങ്ങനെ 2 പ്രധാനപ്പെട്ട വീഡിയോ റൈറ്റ്സ് എടുക്കുന്ന 2 കമ്പനികളുണ്ടായിരുന്നു. 2 പേരും ദുബായ് ബേസ്ഡ് അല്ലെങ്കിലും ദുബായ് കീഴ്പ്പെട്ട് നിൽക്കുന്നവരായിരുന്നു. അതിലൊരാളെ എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ നല്ല ഫ്രണ്ട്സായിരുന്നു. ഞങ്ങൾ മിക്ക ദിവസവും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരുമിച്ച് കൂടുകയും പിന്നെ അങ്ങനെ നല്ല ഒരു സൗഹൃദം
പുള്ളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയോട് ഞാൻ ഒരു തമാശന് പറഞ്ഞു, ഇദ്ദേഹത്തെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പുള്ളിക്ക് അത് നടപ്പിലാകാത്ത ഒരു കാര്യം. കാരണം ഈ ദാവൂദ് പത്രക്കാരെ എല്ലാം അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരുമായിട്ടും കാരണം എന്തോ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു അത് നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ദാവൂദിൻ്റെ അടുത്ത ആളവിടെ ഉണ്ട്, ചോട്ടാരാജനുണ്ട്. ചോട്ടാരാജന് പത്രക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടണമെന്നൊക്കെ ആഗ്രഹമുള്ള ഞാൻ ചോട്ടാരടുത്ത് ഒരു ദിവസം പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ശിവസേന, ബാൽ താക്കറയുടെ ശിവസേന ഉണ്ടായി. ഈ ശിവസേനയും ഈ വീഡിയോ റൈറ്റ്സിൻ്റെ അതിൻ്റെ ലൂക്രേറ്റീവ്നെസ് മനസ്സിലാക്കിയിട്ട് അവരും അതിനകത്ത് കയറി. അങ്ങനെ ഈ താക്കറയുടെ കമ്പനികളും ദാവൂദിൻ്റെ കമ്പനികളും ഇതിനെ ചൊല്ലി ഒരു റൈവൽറി നിലനിന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താക്കറെ ദാവൂദിനെ താങ്ങി 1-2 സെൻറ്റൻസൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ഇറക്കാറുണ്ട്. അതിലൊന്നാണ് ദാവൂദ് ക്രിക്കറ്റ് കളി വരുമ്പം പാകിസ്ഥാനെയാണ് അനുകൂലിക്കുന്നതെന്നും പറഞ്ഞുള്ള ഒരു ആരോപണം ഇറക്കി. അതുകൊണ്ട് ഈ പാകിസ്ഥാനി അനുകൂലവൻ്റെ ഒരു സ്ഥാപനവും ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. ഇത് നേരത്തെ ഈ സർദാർ ഖലിസ്ഥാൻ ഇന്ദിരാഗാന്ധിയെ കൊന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ ഖലിസ്ഥാൻ ആൾക്കാരുടെ ഒരു വലിയ താവളം ബോംബെ ആയിരുന്നു. അപ്പം അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ബോംബെയിലെ സർദാർജിമാരായിട്ടുള്ള ചില ബിസിനസ്സുകാരായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ബാൽ താക്കറെ പറഞ്ഞു ഈ സർദാർജിമാരുടെ ഹോട്ടലായിരുന്നാലും കടകളായിരുന്നാലും ബഹിഷ്കരിക്കണം. അത് കുറേയൊക്കെ വിജയിച്ചു. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ദാവൂദിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തു. അപ്പം ദാവൂദിന് ഞാൻ പാകിസ്ഥാനി അനുകൂലിയല്ല, ഞാൻ ക്രിക്കറ്റ് കളി വരുമ്പം ഇന്ത്യയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ചൊല്ലിയൊരു കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ ഇന്ത്യ ജയിച്ചാൽ എല്ലാവർക്കും ഒരു ഓഡി കാറൊക്കെ കൊടുക്കാമെന്നും പറഞ്ഞു, ഓഡിയല്ല ടൊയോട്ട കാറൊക്കെ കൊടുക്കാമെന്നും പറഞ്ഞു. അതിനകത്തൊക്കെ ഈ ഗ്രീൻ റൂമിലൊക്കെ കയറി ചെന്നതാണ് ഇങ്ങനെ. അപ്പം ഇത് ചോട്ടാരാജന് ഒരു ഇൻ്റർവ്യൂ വേണം. അപ്പം ചോട്ടാരാജൻ ഈ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അന്നൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, പുള്ളിക്കാരൻ ഇപ്പോഴും പത്രരംഗത്തുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ട് മാസങ്ങളൊക്കെ ആയി കേട്ടോ. അപ്പോൾ പറഞ്ഞു ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പത്രമാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ബ്ലിറ്റ്സാന്ന് പറഞ്ഞു. അപ്പോൾ ദാവൂദ് ഇവിടെ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ബ്ലിറ്റ്സിൻ്റെ ഒരു ഈ ഉറുദു പതിപ്പുണ്ടായിരുന്നു, അത് വായിക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഈ പത്രം ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ മൊത്തം ഇൻവെസ്റ്റിഗേറ്റീവ് ആണ്. അപ്പോൾ ചോട്ടാരുടെ അടുത്ത് പറഞ്ഞു എന്നാൽ പുള്ളിയെ ഒരു ദിവസം ഇങ്ങോട്ട് വരുത്താൻ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് പോകാനായിട്ടുള്ളൊരു അവസരം കിട്ടിയതും പോയതും. പിന്നെ ഒരു 10 ദിവസം ഉണ്ടായിരുന്നു ഞാനവിടെ. ഇങ്ങനെ ആപ്പാടെ 2 പ്രാവശ്യമേ കണ്ടതുള്ളൂ ഞാൻ. ബാക്കിയെല്ലാം ചോട്ടാരാജനായിരുന്നു എൻ്റെ കൂടെ. അവിടെ ഞാൻ ചെന്ന് പ്ലെയിനിൽ ഇറങ്ങുമ്പോൾ ഇവിടെ ബോംബെയിൽ വിക്രോളി മണി എന്നും പറഞ്ഞ് ദാവൂദിൻ്റെ ഗ്യാങ്. ഇപ്പം ഈ ദാവൂദിന് ഒരു സിസ്റ്റമാറ്റിക് ഗ്യാങ് ഇല്ലാത്ത ഒരാളാണ്. നമ്മളെല്ലാവരും പറയുമ്പോൾ ദാവൂദിന് ഗ്യാങ് ഉണ്ട്, ദാവൂദ് ഗ്യാങ് ആണെന്നൊക്കെ പറയും. അങ്ങനെ ഒരു ഗ്യാങ് ഒന്നും ഇല്ലായിരുന്നു. ഇയാളുടെ പണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗ്യാങ്ങുകളുള്ള ഒരുപാട് പേരുണ്ട്, ഗ്യാങ്ങിൻ്റെ ഈ ബോംബെയിൽ ഒരുപാട് പേരുണ്ട്. അതിൽ ടോപ്പായിട്ടുള്ള മൊത്തം ആൾക്കാരെ ഇയാളിങ്ങ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവരെ കൊണ്ടാണ് ഈ പണികൾ മൊത്തം ചെയ്യിപ്പിക്കുന്നത്, കൊലപാതകമായിരുന്നാലും ബാക്കി. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, വിക്രോളി മണി എന്നും പറഞ്ഞു. ആ മണിയെ ഞാൻ പോകുന്നതിൻ്റെ അന്ന് ആരോ വെടിവെച്ച് കൊന്നു. അപ്പം ഇത് ഇങ്ങേർക്കൊരു ക്ഷീണമായിരുന്നു. അപ്പം എന്നെ എയർപോർട്ടിൽ വിളിക്കാൻ വന്നത് ചോട്ടാരാജനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോട്ടാരാജൻ പറഞ്ഞ് ഇന്നും നാളെയും ബായിയെ കാണാൻ പറ്റത്തില്ല, നമുക്കത് മറ്റന്നാളത്തേക്കാക്കാമെന്ന്. അപ്പം എനിക്ക് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ദുബായിലുണ്ട്. ഞാൻ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ അന്ന് വൈകുന്നേരവും പിറ്റേന്നുമൊക്കെ ഞാൻ അവരുടെ കൂടെ ആയിരുന്നു സ്പെൻഡ് ചെയ്തത്. 3-ാമത്തെ ദിവസം
പിന്നെ ഈ ചോട്ടാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് അയാൾ ഇന്ന് ഇൻ്റർവ്യൂവിന് റെഡിയാണ്, നമുക്ക് ഞാൻ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് ഉച്ചയായപ്പോഴാണ് വന്നത്. ഉച്ച കഴിഞ്ഞ് 3 മണിയൊക്കെ ആയി വന്നപ്പം അവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ നൈഫ് റോഡ് എന്നും പറഞ്ഞൊരു റോഡുണ്ട് ദുബായിൽ. അവിടെ പിന്നെ ഡൽഹി ദർബാർ ഹോട്ടൽ, ഇവരുടെ ഗസ്റ്റുകളെല്ലാം ഡൽഹി ദർബാറിലാണ് അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരിക്കും. അങ്ങനെ അവിടെ വന്ന് എന്നെ വിളിച്ച് ദുബൈയിൽ നിന്ന് ദെയ്ര എന്നും പറഞ്ഞൊരു സ്ഥലമാണ്. ഈ ദെയ്രയിൽ പേൾ ബിൽഡിംഗ് എന്നും പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ 12ഉം 13ഉം നിലയാണ് ദാവൂദിൻ്റെ ഓഫീസാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ പോകുന്നത് ഈ ചോട്ടാരാൻ ഏതോ കൊള്ളസംഘത്തിൽ ചെന്ന് കയറാൻ പോകുന്ന കണക്കാണ്. അപ്പോൾ നമ്മൾ ഈ പഴയ മലയാളം പടമൊക്കെ കാണുമല്ലോ, തമിഴും മലയാളവും. അതിനകത്ത് ഈ കൊള്ളസംഘത്തിൽ കയറുമ്പം ഒരു സൈസ് ഡോറ് എവിടെയെങ്കിലും തിരിച്ചോ പ്രസ് ചെയ്താൽ അതിങ്ങനെ നീങ്ങിപ്പോവും. പിന്നെ പല പല ലൈറ്റുകൾ കത്തും. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വേണം നമ്മൾ പോകാനായിട്ടൊക്കെ. പിന്നെ പല തലകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം പലയിടത്തൊക്കെ. അപ്പം അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മളൊരു ബാങ്കിൽ കയറി ചെല്ലുന്നതാണ്. അതിനു മുമ്പ് ഞാൻ അവിടെ പേൾ ബിൽഡിങ്ങിൽ ചെന്നപ്പം ഇദ്ദേഹം താഴെ നിൽപ്പുണ്ട്. അപ്പം എന്നെ കണ്ടപ്പം ചോട്ടാടോടെ വന്നപ്പോൾ എന്നെ മനസ്സിലായി. അപ്പം എൻ്റെ അടുത്ത് നമസ്തേ ബായ് സാബ് എന്ന് പറഞ്ഞു. അപ്പം ഞാനും നമസ്തേ പറഞ്ഞു. ഞങ്ങളൊരു ലിഫ്റ്റ് കയറി 13ാമത്തെ നിലയിൽ പോയി. 13ാം നിലയിൽ ഇയാൾ കൂടെ നടന്ന് ഇങ്ങനെ ക്യാബിനിലോട്ട് പോയി. അപ്പം ഇവിടെ എല്ലാ ആൾക്കാരും ഇരിപ്പുണ്ട്, ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ബാങ്കിലൊക്കെ നമ്മൾ കാണുന്ന കണക്ക് ജോലി ചെയ്തു. ആരും എഴുന്നേക്കാനോ ഒന്നും പോയില്ല. അങ്ങേരുടെ ക്യാബിനിൽ എൻ്റെ കൂടെ പോയി. ചോട്ടാരാജനും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി അവിടെ അങ്ങ് ഇരുന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്തുവാണ് ഈ ഓഫീസ്? അപ്പം പറഞ്ഞ് എല്ലാം കച്ചവടങ്ങളാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ പുള്ളി എനിക്കത് പറഞ്ഞു തന്നത് ഗോൾഡ് ബിസിനസ്സാണ്. ഗോൾഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ദുബൈയിലൊന്നും എക്കണോമിക് ഒഫൻസ് ഇല്ല. അപ്പം നമ്മളിവിടുന്ന് ഗോൾഡ് എടുത്ത് ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ വരുമ്പോഴാണ് അത് സ്മഗ്ലിംഗ് ആവുന്നത്. അപ്പോൾ പുള്ളിയിൽ പറയുന്നത് അതാണ്. അപ്പോൾ ചോട്ടാരാജൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തുവാ ബിസിനസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അരിക്കച്ചവടം, മെയിൻലി അരിക്കച്ചവടമാണ്. അപ്പം അരി ഉണ്ട്, കച്ചവടം ഉണ്ട്. അതൊരു സൈഡ് ബിസിനസ്സായിട്ട് അവിടെ നടത്തിക്കൊണ്ട്. അരി മാത്രമല്ല, ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ, ദാള്, ഇതൊക്കെ, പയറും അതുപോലത്തെ ഒക്കെ പരിപ്പൊക്കെ, കാഷ്യൂ. അങ്ങനെ ഇരുന്ന് നമ്മൾ ഇൻ്റർവ്യൂവിലോട്ട് കടക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പം നമ്മൾ ചായ കൊണ്ട് വെച്ചപ്പോൾ ഈ ചായ വെക്കാനായിട്ട്, അടി വെക്കാനായിട്ട് ഒരു ചെറിയ കോസ്റ്റർ എന്ന് പറയും, അത് ഇവിടെ ആ ടേബിളിൽ തന്നെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും. ഇത് മൊത്തം ഗോൾഡിൻ്റെ കളർ. അപ്പം ഞാൻ അതെടുത്ത് ഒരെണ്ണം എടുത്ത് എൻ്റെ കപ്പിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഈ ചായ കൊണ്ടുവന്ന ആൾ വെച്ചത്. അത് ഞാൻ നോക്കുമ്പം ഞാൻ ചുമ്മാ ചോദിച്ചു, ഇത് ഗോൾഡാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു 22 കാരറ്റ് ഗോൾഡാണ്. അത് മൊത്തം ഏതാണ്ട് 16 കോസ്റ്റേഴ്സും അത് വലിയൊരു സ്റ്റാൻഡും അതിങ്ങനെ ടേബിളിൽ വെച്ചിരിക്കുക. അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു ബോംബെയെക്കുറിച്ച്. അപ്പോൾ ബോംബെ തിരിച്ചു വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഇദ്ദേഹത്തിന്, ഈ ദാവൂദിന്. അതിനേക്കാളും ആഗ്രഹമാണ് ചോട്ടാരാജന്. അപ്പോൾ ചോട്ടാരാജൻ ഇങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ബോംബെയിലെ മഴ ടൈമും ഗണപതി ഉത്സവം ഇത് രണ്ടും ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഇയാൾക്കും മനസ്സുകൊണ്ട് ഒരു ബോംബെയോട് ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. പക്ഷെ വരാൻ പറ്റത്തില്ല. ഇപ്പം കേസൊക്കെ ഒരുപാടായിപ്പോയി. പിന്നെ ഈ പോലീസിനെ പേടിച്ചൊന്നും അല്ല ഈ ദാവൂദ് ബോംബെ വിട്ടത്. വേറെ റൈവൽ ഗ്യാങ്ങിനെ പേടിച്ച, പ്രത്യേകിച്ച് കരീംലാലയുടെയൊക്കെ ഗ്യാങ് ഉണ്ടായിരുന്നു, അവരെയൊക്കെ പേടിച്ചാണ്. സമദ് ഖാനെയൊക്കെ ഇങ്ങനെ കൊന്നിട്ടുണ്ടായിരുന്നേ. അവരെയൊക്കെ പേടിച്ചാൽ പോയത്, അല്ല പോലീസിൻ്റെ ഒരു ഭയമല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ. പിന്നെ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കും. അതെനിക്ക് മനസ്സിലായത് വളരെ പിന്നെ പ്രൊണൗൺസിയേഷനൊക്കെ വളരെ കറക്റ്റ്. അപ്പം ഏതോ നല്ലൊരു കോച്ചിനെ വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്.
കാരണം ലണ്ടനിലെങ്ങാണ്ട് ഒരു വീടും ഒക്കെ ഉണ്ട് ഞാൻ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പം സായിപ്പന്മാരുമായിട്ടൊക്കെ സംസാരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നല്ല ഒരു ഇംഗ്ലീഷൊക്കെ നല്ലപോലെ സംസാരിക്കും. പിന്നെ ചോദിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക, ഈ അണ്ടർവേൾഡ് എന്ന് വെച്ചാൽ എന്തുവാ? അത് പോലീസുകാരുടെ ഒരു സൃഷ്ടിയാണ്, അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ഞാനിവിടെ ഇരുന്ന് പെർഫെക്റ്റായിട്ട് ബിസിനസ് നടത്തുന്ന ഒരാളാണ്. എല്ലാം എൻ്റെ തലയിൽ കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട്. അപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വാങ്ക് വിളിച്ചായിരുന്നു. അത് ഈ ക്യാബിനകത്ത് കേൾക്കാം. പുള്ളി എന്നോട് പറഞ്ഞതാ, കണ്ടോ, സത്യമാണ് ഞാൻ പറഞ്ഞത്. ആ വാങ്ക് വിളി വരുമ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത്, ഇയാൾ ഒരു പക്ക പാൻ ഇസ്ലാമിക് ചേരിയിലുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെയാണ് ബാൽ താക്കറെ പറഞ്ഞ് വരുത്തിയത്. പക്ഷേ അന്ന് കാറിൽ വന്ന് ഇറങ്ങി താഴെ വന്നപ്പോൾ ഇങ്ങനെ എന്നെ നമസ്തേ ബായ് സാബ് എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിൽ തോന്നി, ഇതൊരു അത്ര വലിയ കടുത്ത ഒരു ഇസ്ലാമിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയണമായിരുന്നു. അത് പറഞ്ഞില്ല. ഇനി അത് മനഃപൂർവ്വം പറയാതിരുന്നതാണോ എന്ന് അത് എനിക്കൊരു കൺഫ്യൂഷൻ ആ സമയത്തുണ്ടായിരുന്നു. പിന്നെ അന്ന് ഞാൻ ചോദിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ടും അങ്ങോട്ട് ഓർമ്മയില്ല. പക്ഷേ ഇതൊക്കെ ഈ ബോംബ് ബ്ലാസ്റ്റിന് മുമ്പാണ്. ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത് 92-ലാണ്, ഞാൻ പോയത് 90-ലാണ്. അപ്പം അന്ന് സ്മഗ്ലർ എന്നുള്ള ലേബിളേ ഉള്ളൂ, അല്ലാതെ ഒരു ടെററിസ്റ്റ് എന്നുള്ള ലേബിള് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ നടന്ന കുറച്ച് കൊലപാതകങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ, പക്ഷേ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന വേറെ ഗ്യാങ്ങുകളാണ്. പിന്നെ ഗ്യാങ് റൈവൽറി വന്നു, അതിനെക്കുറിച്ച് എല്ലാം മറുപടിയൊക്കെ കുറേ തന്നു കേട്ടോ. താക്കറയുടെ മറുപടിയാണ് ഇയാൾ പറയുന്നത്, ഞാൻ ഇന്ത്യ സപ്പോർട്ടറാണ്. എന്നിട്ട് ഈ ക്രിക്കറ്റ് കളിയിൽ ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ച് നിൽക്കുന്ന 2-3 പടമൊക്കെ എനിക്ക് തന്നായിരുന്നു. അത് പബ്ലിഷ് ചെയ്യണമെന്നും പറഞ്ഞു. പക്ഷേ കരഞ്ചി അതൊന്നും പബ്ലിഷ് ചെയ്തില്ല. അപ്പം അതെല്ലാം കഴിഞ്ഞു. പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി ഇവിടെ എത്ര ദിവസം ഉണ്ടോ? ഞാൻ പറഞ്ഞ റിട്ടേൺ ടിക്കറ്റ് ഇനി ഒരാഴ്ചയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, അപ്പം ബാക്കി ഹോട്ടലിലെ ചിലവെല്ലാം ഇദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം എനിക്ക് കമ്പനിയിൽ നിന്ന് തന്നു. അപ്പോൾ ചോട്ടാടെ അടുത്ത് പറഞ്ഞു, എന്നെയും കൊണ്ടൊന്നു അജ്മാൻ ബീച്ച്, അതായത് ദുബായ് ഷാർജ കഴിഞ്ഞ അജ്മാൻ ബീച്ചിൽ, അവിടെ ഒരു റിസോർട്ട് പോലെയൊക്കെ ഉള്ളത് അവിടെ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കമേഴ്ഷ്യലാണ്. അപ്പം അവിടം വരെ ഒന്ന് നാളെ പോകുമെന്ന് പറഞ്ഞു. അപ്പം അതിന് ഇയാളുടെ റോൾസ് റോയ്സ് കാറുമായിട്ട് ഒരു ഡ്രൈവറും, ഞാൻ ആദ്യമായിട്ടാണ് റോൾസ് റോയ്സ് കാർ എന്ന് കാണുന്നത്. ഇതിൽ കയറി അപ്പം നമ്മൾ ഈ കാറിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ വണ്ടി പോകുമ്പോൾ ഒരുപാട് പേര് നോക്കുന്നുണ്ട്. കാരണം അവിടെ ബെൻസും ഓഡിയും BMW ഒക്കെ സാധാരണയാണ്, ഈ ടൊയോട്ടയൊക്കെ. ഇതിങ്ങനെ പെട്ടെന്ന് ആർക്കും ഇല്ല. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്. തിരിച്ചു പോയി അവിടെ അജ്മാൻ ബീച്ചിലൊക്കെ ഒന്ന് പോയി ഒരു നല്ല ഹോട്ടലിലൊക്കെ ഒന്ന് കയറി തിരിച്ചു വന്ന് ഈ കാറ് കൊണ്ടുപോയി ഇയാളുടെ ഓഫീസിൻ്റെ ബിൽഡിങ്ങിൽ തന്നെ പാർക്ക് ചെയ്ത്. അപ്പോൾ എൻ്റെ അടുത്ത് നമുക്കൊന്ന് കണ്ടിട്ട് പോകാമെന്നോ. അപ്പോൾ പോയി കണ്ടപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, റോൾസ് റോയ്സിലെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം എനിക്കൊരു വ്യത്യാസവും, നമ്മൾ അങ്ങനെ ഒരു നല്ല കാറിൽ, ഇപ്പം മൊബൈൽ മൊത്തം ഫിയറ്റ് ടാക്സി പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം എനിക്കങ്ങനെ ഒരു പ്രത്യേകതയൊന്നും തോന്നിയില്ല. പക്ഷേ പണ്ടൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഈ റോൾസ് റോയ്സിൽ നമ്മൾ തുളുമ്പുന്ന കപ്പിൽ ചായ ഒഴിച്ചിട്ട് അത് ആ സീറ്റിൽ വെച്ചാൽ അത് തുളുമ്പത്തില്ലെന്ന്. ഏത് റോട്ടിൽ കൂടെ പോയാലും, ഒരുവിധം നല്ല റോട്ടിൽ കൂടെ പോയാൽ അത് ഓവർ സ്പില്ലാവത്തില്ലെന്ന് പറഞ്ഞു. അത്രയ്ക്ക് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു. എനിക്കത് പിന്നെ അങ്ങനെ തോന്നിയില്ല. അത് അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും അത്. അപ്പം അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ആയിരുന്നു അത്. അത് നല്ലതുപോലെ സെൻട്രൽ സ്പ്രെഡായിട്ടാണ് വന്ന് പിന്നെ അതിനെ തുടർന്ന് ഒരുപാട് പേര് എന്നെ വിളിക്കുകയും ചെയ്തു. ഇതെങ്ങനെ പോയി ഒപ്പിച്ചു, പിന്നെ എങ്ങനെ പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
ആ, ഒരുപാട് ജേർണലിസ്റ്റുകളും എന്നെ വിളിച്ചായിരുന്നു ആ സമയത്ത്. കാരണം അതിൽ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഇലസ്ട്രേറ്റഡ് വീക്കിൽ ഒരു ടെലഫോണിക് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ എന്തോ കുഴപ്പം സംഭവിച്ചു. അതിനുശേഷം ഇങ്ങനെ ഈ പത്രക്കാരെ അടുപ്പിക്കാതെ ആയത്. ഒരു ലേഡിയാണ് ചെയ്തത്. എനിക്കത് ഓർമ്മയുണ്ട് ആ ഇൻ്റർവ്യൂ വന്നത്. അതിനുശേഷം ഇതാ വരുന്നത്. അപ്പം ഇതിനകത്ത് വന്നതൊക്കെ ഞാൻ പിന്നെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, മീഡിയ അക്കാഡമിയുടെ തന്നെ ഒരു ബുക്ക്. അതിനകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ഫയലെടുത്ത് വെച്ച് നോക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പം ഈ മൊത്തത്തിൽ അങ്ങോട്ട് ഇപ്പോൾ വർഷം എത്രയായി ഓർമ്മ അങ്ങോട്ട്. എന്നാലും അണ്ടർവേൾഡ് ഇതിൻ്റെ കഥകൾ മൊത്തം ചോദിച്ചെന്ന് വെച്ചാൽ ഈ ഈ ഛോട്ടാ രാജന് ഒരു തലവനുണ്ടായിരുന്നു, ബഡാ രാജൻ എന്നും പറഞ്ഞു. മലയാളിയായിരുന്നു, രാജൻ നായർ എന്നാ പേര്. രാജൻ നായർ കരീം ലാലയുടെ ഒരു, എനിക്കൊന്ന് മരുമോനാന്ന് തോന്നുന്നു, മരുമോനെന്ന് വെച്ചാൽ പെങ്ങടെ മോൻ. ആ കൊലപാതകത്തിൽ ഒരു വലിയ റോള് വഹിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ കോൺട്രാക്റ്റ് എടുത്തത് ബഡാ രാജനായിരുന്നു. അപ്പം ബഡാ രാജൻ അത് ഈ കൊലപാതകം നടത്തി കഴിഞ്ഞപ്പോൾ ബഡാ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കോടതി കൊണ്ടുവന്നപ്പം ഈ ചന്ദ്രശേഖർ സഫാൽക്കർ എന്നും പറഞ്ഞ് ഒരാളെ മറ്റേ ഗ്യാങ് ഏർപ്പാട് ചെയ്തു. അയാൾ നേവി ഓഫീസറിൻ്റെ യൂണിഫോമിലാണ് വന്നത്. കോടതിക്കകത്ത് വന്ന് പോയിന്റ് ബ്ലാങ്കിൽ ബഡാ രാജനെ വെടിവെച്ച് കൊന്നിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇത് ഈ ഛോട്ടാ രാജൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ബഡാ രാജൻ്റെ കഴിഞ്ഞപ്പോൾ ഛോട്ടാ രാജൻ ആ ഗ്യാങ് ഏറ്റെടുത്തു. അപ്പം ബഡാ രാജനെ കൊന്ന ആളെ ഇയാൾ എവിടെ ഇരിപ്പുണ്ടെന്ന് വരെ ഉമ്മാർക്കറിയാം. ആരാ? ഈ ഛോട്ടാ രാജൻ ഗ്യാങ്ങിനറിയാം. അപ്പം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോലീസ് അയാളെ പിടിക്കാനായിട്ടുള്ള ഒരാഴ്ച കൊടുത്തെന്നാണ് പറയുന്നത്. പിന്നെ ഇവർ തന്നെ ഈ സഫാൽക്കറിനെ കൊണ്ടുപോയി ടോർച്ചർ ചെയ്ത് കൊല്ലുക ചെയ്തു. പോലീസിനൊരു അവസരം കൊടുത്തെന്നൊക്കെയുള്ള ന്യായീകരണമാണ് പറയുന്നത്. എനിക്കറിയാൻ വയ്യ. പക്ഷെ ഇവർ തന്നെ കൊന്നതാ ഈ ചന്ദ്രശേഖറിന്. അങ്ങനത്തെ ഒരു കഥ പറഞ്ഞു. പിന്നെ കാര്യം പറയാം, എനിക്ക് തൊട്ട് മുമ്പ് ഒരു ചീഫ് റിപ്പോർട്ടർ ബ്ലിറ്റ്സിലുണ്ടായിരുന്നു. അപ്പം അങ്ങേരെ കൊന്നുകളഞ്ഞു. ഈ പിന്നെ നാരായണൻ എന്ന പുള്ളി ഒരു മലയാളിയായിരുന്നു കേട്ടോ. പക്ഷെ പുള്ളിയുടെ എന്തുവായിരുന്നു വെച്ചാൽ ഈ ഗ്യാങ്ങിനകത്ത് കയറിയിട്ട് ഇവിടുത്തത് അവിടെ പറയുക, അവിടുത്തെ ഇവിടെ പറയുക എന്നുള്ള ഒരു 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 മോഡസ് ഓപ്പറൻഡി ആയിരുന്നു പുള്ളിയുടെ. അത് മനസ്സിലാക്കി ഒരു ഗ്യാങ്കാർ ഇദ്ദേഹത്തെ അങ്ങ് എനിക്കൊന്ന് വെട്ടിക്കൊന്നതാന്ന് തോന്നുന്നു. വെടിവെച്ചൊന്നുമില്ല, വെട്ടിക്കൊന്നതാന്ന് തോന്നുന്നു. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് വേറൊരു കാര്യമുണ്ട്. ഇവർ ഭയങ്കര സത്യസന്ധമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് പോയി ഒരു കാര്യം ഈ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ഗൾഫിൽ പോകണമെങ്കിൽ വിസ എടുക്കണമെങ്കിൽ ബോംബെ പോകണം. അല്ല ഇവിടെ നമുക്കിപ്പോൾ പോകുന്നവണക്കൊന്നും പോകാൻ പറ്റത്തില്ല. ബോംബെ പോയി ഒരു 2-3 മാസമൊക്കെ നിന്ന് വിസ എടുത്ത് പോയി ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ കുറച്ച് പറ്റിക്കപ്പെട്ടവരുടെ ഈ അണ്ടർവേൾഡിൻ്റെ സഹായം തേടിയാണ് ആ കാശ് കുറച്ചെങ്കിലും തിരിച്ചവർക്ക് പിടിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് വരദരാജൻ്റെ ഗ്യാങ് ഈ സൗത്ത് ഇന്ത്യൻസിനോട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഒരു ഘട്ടത്തിൽ. പിന്നെ ഒരു പാരലൽ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. ഗവൺമെൻറ്റിൽ ഇരിക്കുന്നവർക്ക് വരെ അങ്ങേരെ പേടിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഈ വരദരാജൻ്റെ കഥ വെച്ചിട്ടാണ് ഈ നായകൻ എന്നും പറഞ്ഞൊരു സിനിമയൊക്കെ വന്നത്. പക്ഷേ ഈ നായകൻ്റെ കഥയൊന്നും അല്ല യഥാർത്ഥ കഥ. അത് ഒരു സൂപ്പർഫിഷ്യലായിട്ട് അങ്ങനെ അങ്ങ് ആക്കിയെടുത്തന്നേ ഉള്ളൂ. എന്തായാലും വരദരാജൻ റിലീസിന് മുമ്പ് ഈ സിനിമ വരദരാജനെ കാണിച്ചു. പിന്നെ കമലഹാസനും മണിരത്നവും കൂടെ കാണിച്ചു ഈ സിനിമ.
അപ്പം അന്ന് വരദരാജൻ മദ്രാസിലാണ്. ഇവിടുന്ന് വരദ പോയത് പോലീസിനെ പേടിച്ചിട്ടാണ്. ഇവിടുന്ന് മദ്രാസിൽ പോയി അവിടെ മകളെ അവിടെയാണ് കെട്ടിച്ചത്. പിന്നെ മാത്രമല്ല MGR ഇങ്ങേർക്ക് ഇങ്ങേരുടെ ഒരു വലിയ ആരാധകനായിരുന്നു. ഇങ്ങനെ ആരാധകനല്ലെങ്കിലും ഇങ്ങനെ കുറിച്ച് നല്ല മതിപ്പുണ്ടായിരുന്നു. കാരണം MGRന്റെ പല സിനിമകളിലുമൊക്കെ ഇങ്ങനത്തെ അണ്ടർവേൾഡ് കഥകളൊക്കെ ആണല്ലോ. ഹാജി മസ്താനെ കുറിച്ച് എനിക്ക് അത്ര വലിയ ഒരു നോളജ് ഇല്ല. പുള്ളി പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ അണ്ടർവേൾഡ് പരിപാടിയൊക്കെ നിർത്തി പിന്നെ റിയൽ എസ്റ്റേറ്റിലോട്ടായി. ഈ വരദാബായിയുടേത് പറഞ്ഞാൽ ഒരു ത്രില്ലിങ്. ഞാൻ ആ പടം ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. വരദാബായി നേരിട്ട് കണ്ടിട്ടെന്ന് വെച്ചാൽ നേരിട്ട് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ വരദാബായിയുടെ ഒരു വക്കീല് എൻ്റെ അതിലെ ഒരു നല്ല സുഹൃത്തായിരുന്നു. ആ വക്കീല് മുഖാന്തരം ആണ് ഒരു പ്രാവശ്യം പോയി. പക്ഷേ ഈ കാണാൻ പോകുമ്പോഴൊക്കെ ഇതിൻ്റെ ഏതാണ്ട് അങ്ങേരുടെ അവിടുത്തെ ബോംബെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജസ് ആയിരുന്നു. അപ്പോഴത്തേക്ക് പോലീസ് തന്നെ വേട്ടയാടി മറ്റേ ആ പഴയ പ്രതാപത്തിൻ്റെ പകുതിയോളം ഇടിഞ്ഞു പോയി. അപ്പോഴത്തേക്ക് പിന്നെ അവിടുന്ന് സ്ഥലം വിടേണ്ട ഒരു സ്ഥിതിയാണ് വന്നത്. അല്ലെങ്കിൽ അറസ്റ്റാവും അകത്താവും എന്നുള്ള ഒരു ലെവൽ വന്നപ്പോഴാണ് ഈ പോകുന്നത്. അങ്ങേർക്കൊരു പ്രത്യേക സ്റ്റൈലുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ അയാളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഇയാൾ എപ്പോഴും നമ്മളൊക്കെ ഈ സോഫയിലൊക്കെ ഇരുത്തുമെങ്കിലും അയാൾ തറയിലേ ഇരിക്കത്തുള്ളൂ. എന്നിട്ട് ഈ ഫോൺ അടുത്ത് കാണും. ഈ ഫോണെന്ന് വെച്ചാൽ ഇതിൻ്റെ കണക്റ്റിംഗ് വയർ ഒരു 2 ഫർലോങ് നീളം കാണും. അപ്പം ഏത് മുറിയിൽ പോയാലും ഈ ഫോണും കൊണ്ടേ പോകത്തുള്ളൂ. അപ്പം ഞാൻ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഒരാൾ ഒരു സിന്ധി ആ വംശത്തിൽപ്പെട്ട ഒരാൾ ഇദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ ഞാൻ ഈ ഇൻസിഡൻറ്റ് പറയുന്നത് അയാൾ എന്തുമാത്രം ഷാർപ്പാന്നുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അയാൾ കാണാൻ വന്നത് അയാളുടെ ഫ്ലാറ്റ് ഏതോ ഒരു അണ്ടർവേൾഡ് പാർട്ടി കയറി കൈയടക്കി വെച്ച്, എന്നിട്ട് ഇത്രയും രൂപ തരാം. അതങ്ങനെ നടക്കാറുണ്ടോ അവിടെ കേട്ടോ. ഈ ഹാജി മസ്താൻ്റെയും പിന്നത്തെ പരിപാടികൾ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പം അത് എത്രയോ രൂപ തരാതെ അവന്മാരെ അവിടെ നിന്ന് ഒഴിയത്തില്ല. അങ്ങനെ വരദയുടെ അത് അന്നത്തെ കാലത്ത് ലക്ഷങ്ങളാണ് ചോദിക്കുന്നത്. അങ്ങനെ വരദായ സഹായം കാണാൻ വേണ്ടി വന്നു. അപ്പം വരദ ഫോൺ എടുത്ത് വെച്ചിട്ട് ഈ അകത്ത് കയറി അതിക്രമിച്ച് കയറി കൈയടക്കി വെച്ചിരിക്കുന്ന ആളുടെ നേതാവിനെ എങ്ങാണ്ടാണ് വിളിക്കുന്നത്. ഫോണിൽ വിളിച്ചപ്പോൾ അയാൾ അവിടെ ഇല്ല. അപ്പോൾ വരദ ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ വന്ന ആളുടെ അടുത്ത് പറഞ്ഞു, നാളെ പോയി വീട്ടിൽ കയറിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഇയാൾ ഈ നേതാവിൻ്റെ അടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ വരദ ഒരു വാക്ക് കൊടുത്ത വാക്കെന്നാ പറയുന്നത്. ഈ വന്ന ആൾക്കങ്ങ് ഭയങ്കര സന്തോഷം വന്നു കേട്ടോ. സന്തോഷം വന്നങ്ങ് എക്സൈറ്റഡ് ആയി. കാരണം അയാളുടെ വീട് തിരിച്ചു കിട്ടിയ വരദയുടെ ആ വാക്ക് നടക്കുമെന്ന് അയാൾക്കറിയാം. അപ്പം ഈ എക്സൈറ്റ്മെൻറ്റിൽ അയാൾ വരദയുടെ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഇപ്പോൾ വരദ വിളിച്ചെന്ന് പറഞ്ഞ പാർട്ടി അയാളുടെ ഞാൻ പറഞ്ഞു, എൻ്റെ വീട് തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വരദാബായിയുടെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അയാൾ വരദാബായിയെ കുറെ തെറി വിളിച്ചെന്നു. ഇത് കേട്ടപ്പം വരദ ഈ പറഞ്ഞവനെ കുറെ തെറി അങ്ങോട്ടങ്ങ് വിളിച്ചു. എന്നുവെച്ചാൽ പച്ച തെറി. ഞാനും കൂടെ ഇരിപ്പുണ്ടെന്ന് വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. തെറി വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നിനക്ക് വീടുമില്ല ഒന്നുമില്ലെന്ന്. അപ്പം ഇതെനിക്കൊരു സസ്പെൻസ്. പക്ഷേ എനിക്ക് ചോദിക്കാൻ ഒരു ധൈര്യം ഇല്ലായിരുന്നു ആ സമയത്ത്. എൻ്റെ വക്കീലിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതെന്തുവാന്ന്. അപ്പോൾ വക്കീൽ ഭായിയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അയാൾ വിളിച്ച ആള് കിട്ടിയില്ലല്ലോ. കിട്ടാതെ ഇരുന്നിട്ടും വരദ പറഞ്ഞു, ഈ ആളെ നിങ്ങൾ നാളെ പോയി വീട്ടിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ആളുമായിട്ട് അത്ര ബന്ധമാണ്. അവൻ വളർന്നത് എന്നെ കാരണോ, ഞാനാണ് അവനെ ഒരുവിധം വളർത്തിയെടുത്തത്. അങ്ങനത്തെ അവൻ എന്നെ ഒരു വാക്ക് പോലും തെറി പറയത്തില്ലെന്ന് എനിക്കറിയാം. ഇവൻ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ആണ് ഈ പറഞ്ഞയച്ചത്. പിന്നെ എന്തായോ എന്തോ അത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഷാർപ്പായിരുന്നു അയാൾ കേട്ടോ.
അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ നേരിട്ട് കണ്ടതാണ്. പിന്നെ ഇതുപോലെ തറയിലിരിക്കത്തില്ല, അല്ല കസേരയിലിരിക്കത്തില്ല, താഴെ ഇരിക്കത്തുള്ളൂ. പിന്നെ ഈ മാട്ടുങ്കാവ് ഗണപതി, അതൊരു ഈ ഗണപതി ഉത്സവം അവിടുത്തെ ഒരു വലിയ ഉത്സവമാണല്ലോ. അതിപ്പോൾ ശിവസേനക്കാർ കൊണ്ട് നടക്കുന്നെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ശിവസേനയുടെ ഒന്നും അല്ല. ഇത് തിലക്ക് ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടെ ഒത്തുചേരാനായിട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു സംഭവമാണ്. മാട്ടുങ്കാവ് ഗണപതി എന്നാണ് വരദരാജൻ്റെ ഗണപതിയുടെ പേര് തന്നെ. അതിന് സർവ്വ സിനിമാ നടന്മാരും യേശുദാസിൻ്റെയൊക്കെ ഗാനമേള കാണുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു ഭയങ്കര പോംപായിട്ടാണ് നടത്തുന്നത്. ഇതിനെയാണ് ആദ്യം ഇയാൾ തെറ്റിയ DCP ആയിട്ട് YC പവാർ വന്നവിടെ. YC പവാറിന് ആദ്യം ടാർഗറ്റ് ചെയ്തത് ഈ ഗണപതി ഉത്സവം ഇനി ഇവൻ ഇവിടെ നടത്താൻ പാടില്ല. അതിൽ പവാർ വിജയിക്കുകയും ചെയ്തു. നടത്തി കോടതി വരെ പോയിട്ടും വളരെ താമസിച്ച അതിൻ്റെ വിധിയൊക്കെ വന്നതേ. അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ മനസ്സിലായി അടുത്ത കൊല്ലം തൊട്ട് നടത്താനൊക്കത്തില്ല. കാരണം അത് നടത്തുന്നത് റെയിൽവേയുടെ യാർഡിലാണ്, അവിടെ അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അത് ഈ പവാർ തടഞ്ഞു. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ആ ഗണപതിയെ പ്രതിഷ്ഠിക്കുന്ന അവിടെ തന്നെ കൊണ്ടുപോയി ഒരു പോലീസ് ഔട്ട് പോസ്റ്റും അങ്ങ് സ്ഥാപിച്ചു. അപ്പം പിന്നെ അവിടെ അത് ചെയ്യാനൊക്കത്തില്ലല്ലോ. അപ്പോൾ ആ ഔട്ട് പോസ്റ്റിന് കോടതിയുടെ പിന്നെ അനുവാദം ഉണ്ടായിരുന്നു കേസിന് പോയപ്പോൾ. പിന്നെ ഇയാൾക്ക് 3-4 ലെഫ്റ്റനൻസ് ഉണ്ടായിരുന്നു. ധാരാവിയിലൊരാൾ, പിന്നെ മലയാളികൾ ഒരുപാട് തങ്ങുന്ന സ്ഥലം ആൻറ്റോപ്പിൽ, അവിടെ ഒരാൾ, പിന്നെ ഒരു സർദാർജി ഒരുത്തനുണ്ടായിരുന്നു. അയാളുടെ പേര് എനിക്ക് മറന്നുപോയി. ഈ മലയാളി എന്ന് പറയുന്നത് തോമസ് കുര്യൻ എന്നാണ് യഥാർത്ഥ പേര്. അയാൾ ഈ മണ്ണാർക്കാട്. തോമസ് കുര്യൻ ആൻറ്റോപ്പില്ലിൽ മൊത്തം ഒരു മന്ത്രി ഇൻചാർജ് എന്നൊക്കെ നമ്മളിവിടെ പറയത്തില്ലേ, ജില്ലയുടെ ഇൻചാർജ് ഒരു മന്ത്രി, അതുപോലെ ആൻറ്റോപ്പല്ലിൻ്റെ ഇൻചാർജ് ഇയാളെ കാജാബായി എന്നാണ് അറിയപ്പെടുന്നത്. കാജാബായിയാണ്. അയാൾ അവിടെ ഒരു പള്ളിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാ ഞായറാഴ്ചയും കുർബാനയുണ്ട്. ഈ ആൻറ്റോപ്പല്ലി താമസിക്കുന്ന ക്രിസ്ത്യാനികൾ മൊത്തം അവിടുത്തെ കുർബാനയ്ക്കാണ് പോകുന്നത്. ഈ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു ബാറും ഉണ്ട്, ഒരു ലിക്കർ ബാറും എല്ലാം ഉണ്ട്. പള്ളിയുടെ താഴെ ഒരു ഹോട്ടലും ഉണ്ട്. അപ്പം ഇങ്ങനെ, അതായത് ഈ ആൻറ്റോപ്പിൽ ഒരുപാട് കടകളുണ്ട്. എല്ലാ കടയിലും എനിക്ക് തോന്നുന്നു നമ്മുടെ കൊല്ലത്ത് ചിന്നക്കടയിൽ നടക്കുന്ന പല കടകളെക്കാളും ടേൺ ഓവർ അവിടെ കടകൾ, കൊച്ചു കടകളാണ്. ഭയങ്കര കച്ചവടമാണ്. ഇതെല്ലാം അനധികൃതമാണ്. പക്ഷേ ഇവരെല്ലാം പ്രൊട്ടക്ഷൻ മണി കൊടുക്കണം. ഇവരെ സംരക്ഷിച്ച് ഇവരെ നിർത്തിക്കോളും. ഈ പ്രൊട്ടക്ഷൻ മണി ആൻറ്റോപ്പിലെ ഏരിയയിൽ മൊത്തം മേടിക്കുന്നത് കാജാബായിയാണ്. ഇതിൻ്റെ ഷെയർ മേളിൽ ചൊല്ലും. ധാരാവിയിൽ പരമശിവം എന്നും പറഞ്ഞ് ഒരാളുണ്ട്. അയാളെ വിളിക്കുന്നത് ചിന്നവർ. അയാൾക്ക് അവിടെ ഒരു തമിഴ് പത്രമൊക്കെ ഉണ്ട് കേട്ടോ, മറാഠി മറസു എന്നും പറഞ്ഞൊരു പത്രമൊക്കെ. ഈ ആൻറ്റോപ്പല്ലിൽ അതിൻ്റെ പ്രിൻറ്റിങ് പ്രസ്. അവിടെ അങ്ങേരുടെ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ ഈ വാറ്റ് ചാരായം ഒരിടയ്ക്ക് ഈ വരദരാജൻ കടത്തിക്കൊണ്ടിരുന്നത് ആംബുലൻസിലാണ്. ഒരു 10-7 ആംബുലൻസ് ഉണ്ടായിരുന്നു. ഈ ആംബുലൻസിനകത്ത് ഇത് സൈറനിട്ടൊക്കെ ഇത് കൊണ്ടുപോകും, ഈ ചാരായം കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു ഇടപെടൽ. ധാരാവി ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ആർക്കും ലാൻഡ് ഓണർഷിപ്പ് ഇല്ല. അത് ഗവൺമെൻറ്റിൻ്റെ പുറമ്പോക്ക് വസ്തുണ്ട്. 3 ഏക്കറോ 4 ഏക്കറോ കാണുമായിരിക്കും. പക്ഷേ അതിനകത്തില്ലാത്ത പരിപാടി ഒന്നുമില്ല. സർവ്വ ബിസിനസ്സും ഉണ്ട്. അതായത് ഈ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഏറ്റവും നല്ല കോട്ടൺ ഷർട്ടും ഏറ്റവും നല്ല ലെതർ പ്രോഡക്ട്സും അവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ അതിനകത്ത് കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. വാറ്റുകാരുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഈ ചേരിയാണ്, കാശുകാരാണെന്നോ ഇല്ലെന്ന് വിചാരിക്കും. ഭയങ്കര കാശുകാരാണ്. ഈ ധാരാവിക്കകത്ത് തന്നെ ഞാൻ അവിടെ ഉള്ളപ്പോൾ 4 ബാറുണ്ടായിരുന്നു. അപ്പം ഈ വാറ്റുകാരം കൂടാതെയാണ്. ഈ വാറ്റുകാരത്തിനൊക്കെ പോയി അടിക്കുന്ന സ്ഥലത്തിന് അഡ്ഡ എന്ന് പറയും.
അത് കൂടാതെയാണ് ഈ ബാർ എന്ന് പറയുമ്പം നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ റാവീസ് ഹോട്ടലിലെ ബാർ പോലെയൊന്നുമല്ല. അതും ഇതുപോലെ തകര ഷീറ്റൊക്കെ അടിച്ച് പിന്നെ എ സി ആയിരിക്കും. അതിന് അകമൊക്കെ വളരെ ഈ ഹോൾ സീലിംഗ് എല്ലാം വെച്ച് വളരെ മനോഹരമായിരിക്കും. വെളിയിൽ മൊത്തം തകര ഷീറ്റ് തന്നെ. എന്നിട്ട് നല്ല വിസ്കി ബ്രാൻഡി അതുപോലത്തെ നല്ല ഫുഡും കിട്ടും. ഞാൻ അവിടെ ഇടയ്ക്ക് പോവായിരുന്നു. കാരണം ഒരു കടയിൽ നല്ല ബറോട്ടയും ബീഫും കിട്ടും. അത് ബോംബെ കിട്ടാത്ത ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ നല്ല ചൂടായിട്ട് ബീഫ് കറിയും പൊറോട്ടയും കൊണ്ട് ഇത് വല്ലപ്പോഴും കൂടി കഴിക്കാൻ ഞാൻ സ്ഥിരം പോകുന്ന കൂട്ടത്തിൽ 2 എണ്ണം ഞാനും കുടിക്കുമായിരുന്നു. പ്ലസൻ്റ് ആയിരുന്നു അവിടെ ഇരുന്ന് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഒരു സംഭവം വന്നത്. എൻ്റെ കൂടെ ഒരാളും കൂടെ വരുമായിരുന്നു. അവിടെ മാട്ടുംകായി താമസിക്കുന്നവരാണ്. അപ്പം ഞങ്ങളൊരു കാഷ്യൂനട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ ഈ ഡിം ലൈറ്റ് ആയിരിക്കുമല്ലോ അതിനകത്ത്. കാഷ്യൂനട്ട് നല്ല റോസ്റ്റഡ് കാഷ്യൂനട്ട് പിന്നെ മസാലയൊക്കെ റോസ്റ്റഡ് കൊണ്ട് ഒരു പ്ലേറ്റ് കൊണ്ട് വെച്ച് ഞാനൊരു കാഷ്യൂ എടുത്ത് കടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത് കശുവണ്ടി അല്ല. നമ്മൾ കൊല്ലത്ത് കിടന്ന കശുവണ്ടി തിന്ന് പരിചയമുണ്ടല്ലോ. ഇത് മൈദയാണ്. മൈദയുടെ അച്ച് വെച്ച് കാഷ്യൂവിൻ്റെ ഷേപ്പിലുണ്ടാക്കി ഓരോരുത്തരൊക്കെ മേടിച്ചിരുന്ന് ടേസ്റ്റി ആയിട്ടൊക്കെ അടിക്കുന്ന കണ്ടാൽ നമുക്ക് ചിരി വരും കേട്ടോ. അപ്പം അത് പിന്നെ ഈ അറിയാൻ വയ്യാത്തവന്മാരെല്ലാം ഇരുന്ന് കശുവണ്ടി എന്നും പറഞ്ഞ് അങ്ങ് തട്ടി വിടുകയായിട്ട്. ഞാനപ്പോൾ ബില്ലടയ്ക്കാൻ പോയപ്പോൾ ഞാൻ കൗണ്ടറിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ കശുവണ്ടി എവിടെ നിന്നാണ്? അപ്പോൾ പറഞ്ഞു ഇവിടുന്ന് സപ്ലൈ ചെയ്തതാണ്. ഞാൻ പറഞ്ഞു ഇത് കശുവണ്ടി അല്ല. അയാൾ തമിഴനായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് കശുവണ്ടി അല്ലെന്ന് പറഞ്ഞു. വേറെ ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം ധാരാവി അല്ലേ, ഇതുപോലെ പലതും കാണാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഫുഡ് ഔട്ട്ലെറ്റ്സാണ്. അന്നത്തെ കാലത്ത് ഒരു 15 രൂപ ഉണ്ടെങ്കിൽ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാം. പല ജോലിക്കാരും പലയിടത്തൊക്കെ ജോലി ചെയ്യുന്നവർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും. പിന്നെ ഈ പലയിടത്തുനിന്നും മാല മോട്ടിക്കുന്നത് അതിവിടെയാണ് വരുന്നത്. ഇവിടെ വന്ന് അതിനെ ഉരുക്കി വേറെ രീതിയിൽ മാറ്റി ഒന്ന് പിന്നെ ഈ ചെറിയ ചെറിയ ഈ തിയേറ്റർ പോലെ ഉണ്ട്. അന്നത്തെ കാലത്ത് ഈ ബ്ലൂ ഫിലിം കാണിക്കുന്ന ഏർപ്പാടാണ്. അത് ഈ ബ്ലൂ ഫിലിമിന് പറയുന്നത് മലയാളം പടമെന്നാണ് പറയുന്നത്. മലയാളത്ത് പടം അവർ കോടുപാട്. അത് ഒരു 7-8 ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ടായിരുന്നു. മലയാളത്ത് പടം വന്നെന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര പബ്ലിസിറ്റിയാണ്. എല്ലായിടവും ഹൗസ്ഫുള്ളാണ്. എല്ലായിടത്തും അന്ന് ഇപ്പം ഈ മൊബൈലിൽ കാണുന്ന കണക്കൊന്നും കാണാൻ പറ്റില്ല. ആൾക്കാരിങ്ങനെ ഇടിച്ചു കയറിപ്പോയി കാണും. ഇത് പോലീസിന് കംപ്ലീറ്റ് കാശാ. ഒരു അനക്കമില്ല. ഈ ധാരാവിയിലോട്ട് ഒരു പോലീസുകാരൻ ഓഫീസർക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടാനായിട്ട് അവർ കാശ് സുപ്പീരിയേഴ്സിന് കൊടുത്തു വെച്ചിട്ട് ഇവിടെ വന്നാൽ ഭയങ്കര വരുമാനമാണ് ഈ ധാരാവിയിൽ വന്നു കഴിഞ്ഞു. പോലീസ് സ്റ്റേഷൻ്റെ മുൻപിലായിട്ട്, ധാരാവി പോലീസ് സ്റ്റേഷൻ്റെ മുൻപിലായിട്ട് ഒരു ക്ലിനിക്കുണ്ട്. അവിടെ ഒരു ഡോക്ടറുണ്ട്. ഇത് ഞാൻ ഇതിനകത്ത് എഴുതിയ ഒരു സംഭവം. ഈ ഡോക്ടറുടെ ഡിഗ്രി എന്തുവാന്ന് നമുക്കറിയത്തില്ല. ഇവന് ആയുർവേദവും അല്ല, പിന്നെ അലോപ്പതിയും അല്ല, ഹോമിയോപ്പതിയും അല്ല, യുനാനിയും അല്ല, ഒന്നുമല്ല. വലിയ ഡിഗ്രിയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടോ. ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറേ പേര് ഇയാളുടെ പേഷ്യൻസാണ്. കൈപ്പുണ്യം എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിയും ജേർണലിസ്റ്റാണ്. പുള്ളി അതിൻ്റെ അടുത്ത് എവിടെയോ താമസിക്കുന്നത്, തമിഴനാണ്. പുള്ളി ഒരു ദിവസം എന്തോ പോയപ്പം ഇയാളെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഇയാൾക്കൊരു ക്ലിനിക്കുണ്ട് കുറച്ചപ്പുറത്തായിട്ട്. ഈ ക്ലിനിക്കിൽ ഇയാൾ ആര് വന്നാലും ആ ക്ലിനിക്കിലോട്ട് ആദ്യം പറഞ്ഞു ഒരു ടെസ്റ്റ് നടത്തിയിട്ട് വരണമെന്ന്. അങ്ങനെ അവന് ടെസ്റ്റ് നടത്തിയപ്പോൾ അവന് സംശയം തോന്നി ഈ ടെസ്റ്റിലുള്ളത് കറക്റ്റാണ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, വേറൊരു ക്ലിനിക്കിൽ പോയി വീണ്ടും ടെസ്റ്റ് നടത്തിയപ്പോൾ ഇതിൽ പറഞ്ഞ റീഡിങ്സ് ഒന്നും അതിലില്ല. അങ്ങനെ അവൻ ഈ 2 റീഡിങ്ങുമായിട്ട് ഈ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യം ഗൗരവമായിട്ട് പറഞ്ഞ ഞാൻ ജേർണലിസ്റ്റാണെന്നും പറഞ്ഞു.
അയാൾ എന്തെന്നറിയാം, അയാളുടെ ക്ലിനിക്കിലെ പേപ്പറില്ലേ അത് ചവച്ചങ്ങ് തിന്നു അയാൾ, ചവച്ച് നിന്ന് വെള്ളവും കുടിച്ചു അയാൾ. അങ്ങനെ ഒരു അപ്പം അങ്ങനത്തെ ആൾക്കാരും അവിടെ ഉണ്ട്. പിന്നെ ഈ ഇപ്പം മുരുകൻ അവിടുത്തെ ഒരു പ്ലോട്ടിൽ താമസിക്കുകയെന്ന് വെച്ചാൽ മുരുകൻ അതിന് ഇലക്ട്രിസിറ്റി കണക്ഷനും കിട്ടും, റേഷൻ കാർഡും കിട്ടും, അഡ്രസ്സും എല്ലാം കിട്ടും. പക്ഷെ മുരുകൻ അവിടുന്ന് പോകുമ്പം മുരുകൻ അത് വേറൊരാൾക്ക് കൊടുത്തിട്ട് പോകാനൊക്കത്തില്ല. അതവിടെ ആൾക്കാരുണ്ട്, മുരുകൻ ഒഴിഞ്ഞു പോയി, ഇനി അടുത്ത ആൾ വേണമെങ്കിൽ എനിക്ക് ഇത്രയും തരണം. ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഈ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി, വലിയ പോസ്റ്റൊന്നുമില്ല, ക്ലറിക്കൽ പോസ്റ്റ്. അപ്പോൾ ഈ ആൻറ്റോപ്പിൽ എന്ന് പറയുന്നത് CGS ക്വാർട്ടേഴ്സാണ്, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ്. മൊത്തം 7 സെക്ടറുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ. നമ്മുടെ മലയാളികളൊക്കെ അവിടെ പോയാൽ അതിനകത്തുനിന്ന് ഒരു മുറി നമുക്ക് വാടകയ്ക്ക് തരും. ഫാമിലി ആയിട്ടായിരിക്കും അവർ താമസിക്കുന്നത്. നമുക്ക് ഒരു മുറി തരും മാസം. അന്നെങ്ങാണ്ട് 800 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു മാസം. അത് കൊടുത്താൽ നമുക്ക് മുറി കിട്ടും. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ധാരാവി താമസിക്കുക, ഇയാളുടെ പേരിൽ അവിടെ ഇലക്ട്രിസിറ്റിയും, ഇയാൾ അവിടെ വാടക അതെ, ഇയാളുടെ സ്വന്തം സ്ഥലം എന്നുള്ള ധാരണയിൽ ഇയാൾ താമസിക്കുക. ഇയാൾക്ക് അങ്ങനെ ഇരുന്നപ്പം ഈ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അലൊക്കേഷൻ കിട്ടി. അങ്ങനെ ഇയാളും കുടുംബവും എല്ലാം കൂടെ വീടൊക്കെ പൂട്ടി സാധനമൊക്കെ ആയിട്ട് ഇവിടെ വന്ന് താമസിച്ചു. എന്നിട്ട് അയാളുടെ ഒരു കൂടെ ജോലി ചെയ്യുന്ന ആളാണോ ബന്ധുവാണോ എന്ന് എനിക്കറിയത്തില്ല, ഒരാൾക്ക് അയാളുടെ വീട് കൊടുത്തു. വീട് കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവിടെ വേറെ ആൾക്കാർ ഓൾറെഡി താമസമായി കഴിഞ്ഞു. ഇയാൾ ഇതുമായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് കമ്മീഷണറുടെ അടുത്തൊക്കെ പോയി. അങ്ങനെ എനിക്ക് ഈ കേസ് അറിയാവുന്നത്. പക്ഷെ അത് പോലീസും മറ്റവരുടെ സൈഡ് തന്നെയായിരുന്നു. പോലീസിന് അപ്പം അങ്ങനെയൊക്കെ കുറേ ത്രില്ലിങ് ലൈഫൊക്കെ ബോംബെയിലുണ്ട്. പിന്നെ എന്താണെന്നറിയാം, കഴിവുണ്ടെങ്കിൽ പൊങ്ങി വരാം. നമ്മുടെ ഈ നാട്ടിലെ പോലെ ഒരു പാരവെപ്പോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം അഭിനയിക്കാൻ കഴിവുണ്ടോ, സൂപ്പർ സ്റ്റാർ വരെ. ഇതുപോലെ തൻ്റെ അടുത്തരൊക്കെ കാണിക്കാൻ കഴിവുണ്ടോ, അണ്ടർവേൾഡ് ഡോനും ആവാം. പിന്നെ ബിസിനസ്സിന് ഇപ്പം അംബാനിയൊക്കെ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ സോക്സ് വിറ്റുകൊണ്ട് നടന്ന ആളാണ്. ഈ വൈകുന്നേരം പോകുന്ന ട്രെയിനിൽ സോക്സ് വിറ്റ്, ധീരുഭായ് അംബാനി സോക്സും അതുപോലത്തെ തുണിയൊക്കെ വിറ്റുകൊണ്ട് നടന്ന ആളാണ്. പക്ഷേ ഷെയർ മാർക്കറ്റിൽ കയറി കഴിവുണ്ടായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായില്ലേ. അതുപോലെ തന്നെ ടാറ്റയുടെ കാര്യമൊക്കെ പറഞ്ഞാലും, പിന്നെ ബിർളയുടെ, പിന്നെ നസ്ലി വാടി, അവരൊക്കെ പാർസികളായതുകൊണ്ട് അവർക്ക് വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബിസിനസ്സിൽ അവർ കയറി വരുന്നതിനൊരു നല്ല വളം ബോംബെ കൊടുത്തെന്നുള്ളതാണ്. അങ്ങനെ എല്ലാ രീതിയിലും വളരാൻ കൊടുക്കണം. അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു പേര് മീഡിയ സർക്കിൾസിലും പത്രം വായിക്കുന്നവരുടെ ഇടയ്ക്കും ഒരു പ്രത്യേകിച്ച് ലീഗൽ സർക്കിളിലൊക്കെ ഒരു കുറച്ച് അറിയപ്പെടുന്ന ഒരു പേരായിട്ട് മാറി, ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. അക്കൂട്ടത്തിൽ ഇതും കൂടെ വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ഗ്ലാമറസ് ആയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനത് അങ്ങനെ എടുക്കാറില്ല. എന്നിട്ട് പിന്നെ അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് കരൺജിയായിക്ക് ഒരു സ്ട്രോക്ക് അടിച്ചു കഴിഞ്ഞപ്പം ഇദ്ദേഹം കിടപ്പിലായി കഴിഞ്ഞപ്പോൾ ഈ ബ്ലിറ്റ്സിനെ അങ്ങേര് കൊണ്ട് നടക്കാൻ ഒരു മോളേ ഉള്ളൂ, അവർക്ക് പറ്റുന്നില്ല. അപ്പം ഇത് ഏതാണ്ടൊരു സിങ്കിങ് സ്റ്റേജ് ആകുന്ന ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. കാരണം ഇതൊക്കെ ഈ 1 മാൻ ഷോയിൽ പോകുന്ന പത്രങ്ങളാണ്. ഇപ്പം ഇതായിരുന്നാലും മറ്റേ ആഫ്റ്റർനൂൺ ആയിരുന്നാലും. അപ്പം നമ്മുടെ നക്കീരൻ്റെ പോലെയൊക്കെയാണ്. ആ നക്കീരൻ അങ്ങേര് ഇല്ലെങ്കിൽ ആ നക്കീരൻ അതിന് അത്രയും ഗ്ലാമർ കിട്ടത്തില്ല. അപ്പോഴാണ് ഞാൻ വേറൊരു ജോലി എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി, അതിന് എവിടെയായിരുന്നാലും. അപ്പം എനിക്ക് വേണമെങ്കിൽ ഇതുവഴി ഈ ജോലി അഥവാ സിങ്കിങ് ആയിപ്പോയാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ വേറൊരു ജോലി ഒപ്പിക്കാൻ പറ്റും. പക്ഷെ അതിനി നമ്മൾ ഈ അങ്ങോട്ട് ഇപ്പം ചെന്ന് ചോദിക്കുമ്പോൾ അതിന് താമസങ്ങൾ വരുമല്ലോ.
പിന്നെ അത് മാത്രമല്ല, ഞാൻ അന്ന് കല്യാണം കഴിച്ച സമയമാണ്. അപ്പം എനിക്ക് അതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. കാരണം കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഞാൻ ഒരു 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 ഓപ്ഷന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കൂടെ ആദ്യത്തെ ഇൻക്വസ്റ്റിലുണ്ടായിരുന്ന ഒരു ഹരീഷ് ഗോവിന്ദ് തിരുവനന്തപുരത്ത് ഹിന്ദുവിൻ്റെ ചീഫ് റിപ്പോർട്ടറായിട്ട് അന്ന് അവിടെ ഇരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പം ഹരീഷ് പിന്നെ ഇൻക്വസ്റ്റിൽ നിന്ന് എവിടെ പോയെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പം ഹരീഷിൻ്റെ ഒരു ബൈലൈൻ ഞാൻ വീട്ടിൽ നിന്ന് ഹിന്ദു വരുത്തുന്നുണ്ട് കണ്ടു. അപ്പം ഞാൻ ഹരീഷിനെ വിളിച്ചു. ഹരീഷ് അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ ഹിന്ദു നമുക്ക് തിരുവനന്തപുരത്ത് പോകാം, നമുക്കൊരു അങ്ങനെ ഞാൻ ഹരീഷിൻ്റെ വീട്ടിലൊക്കെ പോയി, തിരുവനന്തപുരത്തുമൊക്കെ പോയി ഹരീഷുമായിട്ട്. അപ്പം ഞാനിങ്ങനെ ബ്ലിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഹരീഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ആപ്ലിക്കേഷൻ എഴുതുക. കാരണം ഇവർ ഈ ഇൻവൈറ്റ് ചെയ്യത്തില്ല വേക്കൻസീസ് വരുമ്പോഴേ. അവർക്ക് അതിനകത്തുള്ള ഇൻറ്റേർണൽ ഒരു സെറ്റപ്പ് ഉണ്ട്, അതുവഴിയൊക്കെയാണ് ഫില്ലിങ് നടത്തുന്നത്. അങ്ങനെ ഞാൻ ഈ ആപ്ലിക്കേഷനെ കൊടുത്തിട്ട് അങ്ങ് പോയി കഴിഞ്ഞ ഒരു 4-5 മാസമായെന്ന് തോന്നുന്നു. ഒരു ദിവസം പെട്ടെന്ന് ഹരീഷിൻ്റെ ഒരു ഫോൺ വരുന്നു എനിക്ക്. എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത ആഴ്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, മദ്രാസ് വരെ വരാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ ടിക്കറ്റൊക്കെ അവർ തന്നെയാണ് തരുന്നത്, നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകണം, അത് അവർ റീഇംബേഴ്സ് ചെയ്യും. അങ്ങനെ ഇവിടുന്ന് ഞാൻ മദ്രാസിൽ പോയി. അവിടെ അന്ന് എൻ രവി ആയിരുന്നു ഇൻ്റർവ്യൂ ചെയ്തത്, എൻ റാമല്ല, എൻ രവിയായിരുന്നു. അപ്പം 4-5 പേരുണ്ടായിരുന്നു. അതിലൊരാൾ അനിൽ രാധാകൃഷ്ണനും ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ഇൻ്റർവ്യൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരെയും സെലക്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു മെഡിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് അവർ അപ്പോയിൻമെൻറ്റ് തന്നതും. അപ്പോൾ എനിക്ക് ഈ ബോംബെയിൽ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ഒന്നിൽ കൊല്ലത്ത് അല്ല തിരുവനന്തപുരത്തിരിക്കണം, അല്ലെങ്കിൽ കൊച്ചിയിലിരിക്കണം. അപ്പം ഞാൻ എന്നെക്കുറിച്ച് തന്നെ ആലോചിച്ചു, കൊല്ലത്തിരുന്ന് എന്ത് ചെയ്യാനാ ഞാൻ. പക്ഷെ അവർ പറഞ്ഞത് കൊല്ലത്തൊരാൾ വേണം, നിങ്ങൾ കൊല്ലം നേറ്റീവ് അല്ലേ, അതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും എന്നും പറഞ്ഞ് എന്നെ കൊല്ലത്ത് പോസ്റ്റ് ചെയ്തു. പിന്നീടാണ് ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ മാറ്ററാണ്, എന്നാലും ഞാനൊന്ന് പറയുകയാണ്. എനിക്ക് പിന്നീട് തോന്നി തിരുവനന്തപുരത്ത് പോകാതെ ഇരുന്ന് എന്നെ നല്ലതെന്ന് തോന്നി. കാരണം കൊല്ലത്താകുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാമല്ലോ, വേറെ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ തമ്മി ഭയങ്കര പൊളിറ്റിക്സാണ്. അങ്ങനെ പിന്നെ കാലിവാരലും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ പോയി പെട്ടുപോയില്ലല്ലോ എന്നും പറഞ്ഞ് എനിക്കൊരു സന്തോഷമാണ് തോന്നിയത് കൊല്ലത്ത് തന്നെ ഇരുന്നതുകൊണ്ട്. അതുകൊണ്ട് 22 വർഷം ഇരുന്ന് അവിടെ. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് കൂടുതലും ചെയ്ത നല്ല സ്റ്റോറീസ് എന്ന് പറയുന്നത് മിക്കവാറും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാടും അങ്ങനത്തെ സ്റ്റോറീസ് ആയിരുന്നു ഞാൻ കൂടുതലും ചെയ്തത്. കാരണം ക്രൈമിനൊന്നും ഒരു അവന്യൂ ഇല്ല കൊല്ലത്ത്. പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ കല്ലുവാതുകൽ കേസ്, കുപ്പണ കേസ് എന്നൊക്കെ പറഞ്ഞ് 2-3 ഇങ്ങനെ കൊല്ലം ബേസ് ചെയ്ത് വന്നെന്നുള്ളതല്ലാതെ ഒരു ക്രൈം ബീറ്റിന് പറ്റിയ ഒരു സ്ഥലമല്ല ഇത്. പിന്നെ എല്ലാം പോക്കറ്റടിയും അതുപോലത്തെ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പരിസ്ഥിതിയിലോട്ടൊക്കെ ഇത് ചെയ്തത്. അങ്ങനെ ആ കെയർ ഓഫിൽ ഞാൻ ഒരുപാട് വനയാത്രകളും മറ്റുമൊക്കെ പോയി. വനത്തിനകത്തുള്ള സംഭവത്തിനെ കുറിച്ച് വേറെ ആരും ചെയ്യാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ ഇടമലയാറില്ലേ, ഇടമലയാറിൽ കപ്പായം എന്നും പറയും. അത് ഡാമിൽ കൂടി 30 കിലോമീറ്റർ ബോട്ടിൽ പോകണം. ബോട്ടിൽ പോയി ഏതാണ്ട് ഇടമലയാറിൻ്റെ ഉത്ഭവസ്ഥാനത്തിൻ്റെ അടുത്താണ്. അവിടെ ആ ബോട്ടിൽ നിന്ന്, അപ്പം ബോട്ട് എപ്പോഴും ബോട്ടൊന്നുമില്ല. ഈ പിന്നെ മറ്റേ ന്യൂസ് പ്രിന്റ് പ്ലാന്റ് ഉണ്ടല്ലേ, മറ്റേ വെള്ളൂർ, അവിടത്തേക്ക് ഈറ്റ വെട്ടം. ന്യൂസ് പ്രിന്റ് പ്ലാന്റിന് ഈറ്റ വെട്ടുമ്പോൾ പടുക്കൂറ്റൻ ബോട്ട് കാണും. ആ ബോട്ടിനകത്താണ് ഈറ്റ കൊണ്ടുവരുന്നത്. പിന്നെ മാത്രമല്ല ഈ ഡാമിൽ കൂടെയും ഈ ഈറ്റ കെട്ടിയിട്ടിട്ട് ഈ ബോട്ട് വലിച്ചു കൊണ്ടുവരും. അപ്പം എനിക്ക് അവിടെ ഇരുന്ന റേഞ്ച് ഓഫീസറെ നല്ല പരിചയമുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ കാഷ്വൽ ടോക്കിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു തേക്ക് നിപ്പുണ്ട്, ഒരു 500 കൊല്ലം പഴക്കമുണ്ട്, ഇത് ആരും ചെയ്യാത്ത ഒരു സ്റ്റോറിയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ചുറ്റളവുള്ള തേക്ക് ഇതാണെന്ന ഫോറസ്റ്റിൻ്റെ ഇത്. കാരണം നെല്ലിയാമ്പതിയിൽ തേക്കുണ്ട്,
ഹൈറ്റാണ്, ഏറ്റവും ഉയരം കൂടിയ തേക്ക് അതാണ്. ഇത് ഏറ്റവും ചുറ്റളവുള്ള തേക്കാണ്. പക്ഷേ ഇവിടെ പോകാൻ ഇങ്ങനെയൊക്കെ ഉണ്ട്, ആനയൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ഒരു വാച്ചർ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഈ തേക്കിനെ സംരക്ഷിക്കാനായിട്ട്. അപ്പം ബോട്ടിൽ പോകണം. ഈറ്റ വെട്ടുന്ന സമയത്ത് ഈ കോൺട്രാക്ടർമാർ കാണും. അവരെടുത്ത് പറഞ്ഞാൽ നമ്മൾ ഈ മണ്ണെണ്ണ മേടിച്ചു കൊടുത്താൽ അവർ നമ്മൾ അങ്ങ് കൊണ്ടുപോകും. മണ്ണെണ്ണയെന്ന് വെച്ചാൽ ഈ ബോട്ടിൻ്റെ ഫ്യൂവലാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുപോയി ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഈ മഴക്കാലം അല്ലെങ്കിൽ നടത്ത കൂടുതലാണ്. മഴക്കാലമാണെങ്കിൽ വെള്ളം കുറേ കൂടെ കയറി നിൽക്കും. അപ്പം നമുക്ക് ഒരു 1/2 കിലോമീറ്റർ നടന്നാൽ മതി. മറ്റേത് ഒരു 1-1.5 കിലോമീറ്റർ നടക്കണം, ഈ കാട്ടിൽ കൂടെ നടക്കണം. അത് അങ്ങനെ പോയി ഈ തേക്കിനെ കണ്ട്, തേക്കിനെ കുറിച്ച് ഹിന്ദുവിലൊക്കെ എഴുതി. അതൊരു നല്ല അനുഭവമായിരുന്നു. അങ്ങനെ ഫോറസ്റ്റിൽ തന്നെ പലരും അറിയുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു തേക്ക് ഇതിനകത്ത് നിൽപ്പുണ്ടെന്ന്. അപ്പോൾ ഇതെങ്ങനെ വന്നെന്ന് വെച്ചാൽ, ഈ തേക്കിനൊരു വാച്ചറുണ്ട് അവിടെ, ഭാസ്കരൻ എന്നാ പേര്. ഭാസ്കരൻ മരിച്ചുപോയി. ഭാസ്കരൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പിന്നെ ആലപ്പുഴയ്ക്കടുത്ത് ആ ഒരു കുഷ്ഠരോഗ ആശുപത്രിക്കുള്ള സ്ഥലമുണ്ടല്ലോ, 100 നാട്ടുള്ള. അപ്പോൾ കാടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഏരിയ എന്ന് ഒരാൾ, അതൊക്കെ ഒരു 6 അടി പൊക്കം വരും കേട്ടോ. ഞാനൊക്കെ കാണുമ്പോൾ ഇച്ചിരി വയസ്സായിപ്പോയി ആൾ. കൊപ്പള മീശയെല്ലാം വെച്ച്. അപ്പോൾ ഇത് ഈ ഇടമലയാർ ഡാം കെട്ടുമെന്ന് 70കളുടെ തുടക്കത്തിലാണ്. ഈ ഡാം കെട്ടുമ്പോഴത്തേക്ക് ഈ ഒരു വലിയ ഏരിയ വെള്ളത്തിൻ്റെ അടിയിൽ പോകില്ലേ, വനം. ഈ വനത്തിനകത്ത് വില കൂടിയ മരങ്ങൾ നിൽപ്പുണ്ട്, പാഴ്മരങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഫോറസ്റ്റുകാർ ഇതിന് ഈ കെട്ടുന്നതിന് മുമ്പ് ഈ ആൾക്കാരെ പറഞ്ഞയക്കും. വില കൂടിയ മരങ്ങൾ, ഉരുപ്പിടിയായിട്ടുള്ള മരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തത് മാർക്ക് ചെയ്യാൻ പറഞ്ഞയക്കും. അതിനെ ഇവർ വെട്ടി ഈ പിന്നെ കൂപ്പിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യും. പാഴ്മരങ്ങളുണ്ട്, അതിനെ വെട്ടത്തതേ ഇല്ല, അതവിടെ തന്നെ നിൽക്കും. അങ്ങനെയാണ് നമ്മൾ തേക്കടിയിലൊക്കെ പോകുമ്പോൾ മരക്കുറ്റികളൊക്കെ കാണുന്നില്ല, ഇതവിടെ തന്നെ നിൽക്കും. അങ്ങനെ മാർക്ക് ചെയ്യാൻ കൊണ്ടുവന്ന ഒരാളാണ് ഈ ഭാസ്കരൻ. മാർക്ക് ചെയ്യാൻ ജോലി കിട്ടിയ ഒരാൾ ഭാസ്കരൻ. പിന്നെ ഭാസ്കരൻ വന്ന് ഈ കാട് കണ്ടപ്പോൾ കാടിനോടങ്ങ് ഒരു പ്രേമം തോന്നി ഭാസ്കരൻ. പിന്നെ അയാൾക്ക് അവിടെ നിന്ന് പോകണ്ട. അപ്പം അയാൾ വന്ന് കണ്ടുപിടിച്ച ഒരു തേക്കാണ് ഈ മാർക്ക് ചെയ്ത് പോയപ്പോൾ കണ്ട തേക്കാണ് ഈ തേക്ക്. അപ്പോൾ അയാൾ അന്ന് അവിടുത്തെ DFO എന്ന് പറയുന്നത് മനോഹരൻ സാറായിരുന്നു. മനോഹരൻ സാറ് പിന്നെ KSEBയുടെ ചെയർമാൻ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ടല്ലോ, പിന്നെ ഫോറസ്റ്റിൻ്റെ ചീഫും ആയിട്ടുണ്ട്. മനോഹരൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞ കഥയാണ് ഞാനീ പറയുന്നത്. അപ്പം മനോഹരൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പം മനോഹരൻ സാറിന് ഒരു കൗതുകം തോന്നി. മനോഹരൻ സാറ് വന്ന് ഇത് കണ്ടിട്ട് പറഞ്ഞ്, ഇത് ഫോറസ്റ്റിൻ്റെ ഒരു വിലമതിക്കാനാവാത്ത ഒരു സമ്പത്താണ്, അമൂല്യമായിട്ടുള്ള ഒരു സമ്പത്താണ്, ഇതിനെ മുറിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ് അതിനൊരു തിട്ടയൊക്കെ കെട്ടി. എന്നിട്ട് ഈ ഭാസ്കരനെ തന്നെ അവിടെ വാച്ചറുമാക്കി. ഒരു ഷെഡ് കെട്ടി 4 ചുറ്റും ട്രഞ്ച് ഇട്ടിട്ട് ഈ ഭാസ്കരൻ ഒരു മുളയിലെ ഒരു വഞ്ചിയൊക്കെ ഉണ്ടാക്കി ഈ ഇടമലയാർ റേഞ്ച് ഓഫീസിൽ വരും 10 ദിവസം കൂടുമ്പോൾ റേഷൻ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഇയാൾ അവിടെ നിന്ന് പോകത്തില്ല. അപ്പം ഞാൻ 2 പ്രാവശ്യം ഈ ഭാസ്കരനെ കാണാൻ ഇവിടെ പോയിട്ടുണ്ട്. ഭാസ്കരൻ്റെ കൂടെ എല്ലാം കടന്നിട്ട് ഒരു മരത്തിലൊരു വീടുമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അയാൾ പറയും രാത്രിയൊക്കെ ആകുമ്പം പുലിയൊക്കെ വരുന്നതും ഇതിനകത്തോട്ടൊന്നും കയറത്തില്ല. ചില മാന്, കാട്ടുപോത്ത് പോലത്തെ മൃഗങ്ങളെ വയസ്സാകുമ്പോൾ ഈ കടുവായ്ക്കും പുലിക്കെല്ലാം പിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അവർ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ വന്ന് നിൽക്കും. ഇയാളുടെ ഈ ഷെഡിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. കാരണം ഈ പുലി കടുവൊന്നും ഇയാൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരത്തില്ലെന്നുള്ള തോന്നൽ കൊണ്ടാകണം ഇയാൾ പറഞ്ഞ കഥ ഞാൻ അതുപോലെ പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു അതൊക്കെ കേൾക്കാനായിട്ട്. അവസാനം ഇയാൾക്ക് നടക്കാൻ വയ്യ. നടക്കുന്നത് കാലിങ്ങനെ വന്ന് വട്ടം പോലെയായി, ഷേപ്പ് പോലെയായി. അപ്പോൾ ഈ നടക്കണമെങ്കിൽ ഇങ്ങനെ ആടിയാണ് ഇയാൾ നടന്ന് പിന്നെ അപ്പോൾ ഈ പോകുന്ന വഴിക്ക് വല്ല ആനയോ വല്ല ഓട്ടി വന്ന് ഇയാൾക്ക് ഓടാൻ പോലും ഒക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പം
ഇയാളുടെ അടുത്ത് പറഞ്ഞ് ഇനി ഇവിടെ വേണ്ട. പക്ഷെ ഇയാളെ പെർമനൻ്റ് ആക്കിയതുമില്ല കേട്ടോ. എത്രയോ വർഷം അയാൾ അവിടെ വാച്ചറായിട്ട് നിന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ വല്ല ഇയാൾക്ക് പോകാൻ താല്പര്യമില്ല, ഇയാൾക്ക് അവിടെ തന്നെ നിൽക്കാം. ഇയാളുടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് ഇവിടെ 100 നാടി. അവരാരെയും കാണാൻ പോലും ഇയാൾ വരത്തില്ല. അവസാനം നിർബന്ധിച്ച് ഇയാളെ കോടനാട് കൊണ്ടാക്കി, മറ്റേ പെരുമ്പാവൂർ മലയാറ്റൂരിനടുത്ത്. ഇയാൾക്കത് ഭയങ്കര നിരാശയായിപ്പോയി. ആ നിരാശയിൽ അയാൾ അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ മുകേഷിൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ ഞാനിത് മുകേഷിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് മുകേഷ് പറഞ്ഞത് ഇതൊരു സിനിമ ആക്കാൻ പറ്റിയ കഥയാണല്ലോ. അപ്പം അല്ല, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇതുപോലൊരു എക്സ്ക്ലൂസീവ് വനവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ക്രിസ്ത്യാനികളിലൊക്കെ ബൈബിളിൽ നോഹ ഉണ്ടല്ലോ, നോഹയുടെ പേടകം, നോഹ ഉണ്ടാക്കിയ പേടകത്തിൻ്റെ മരം, അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തതാണ്. ഇവിടെ നിൽപ്പുണ്ട് ഗവിയിൽ, ഗവിക്കടുത്ത്, പച്ചക്കാനത്തിനും ഗവിക്കും ഇടയ്ക്കായിട്ട്. അതിപ്പം ഞാനത് കൊടുത്തത് ഈ 2000-ൻ്റെ തുടക്കത്തിലാണ്. പക്ഷെ അത് ആദ്യമായിട്ട് ചെയ്തത് ഞാനുമായിരുന്നു. അന്ന് ആ മരത്തിൻ്റെ പോയി പടമൊക്കെ എടുത്ത്, അതും ഹിന്ദുവിലൊരു വാർത്തയൊക്കെ വന്നു. അപ്പോൾ അവിടെ അന്ന് ഇരിക്കുന്നത് ഗൂഡ്രിക്കൽ റേഞ്ചിലാണ്. ഇന്നിപ്പോൾ ഗൂഡ്രിക്കൽ റേഞ്ച് സ്പ്ലിറ്റായി, കുറേ ഭാഗമൊക്കെ പെരിയാർ ടൈഗർ റിസർവിന് പോയി. അപ്പോൾ ആ ഗൂഡ്രിക്കൽ റേഞ്ച് ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇഗ്നേഷ്യസ് ഇത് എഴുതി കഴിഞ്ഞ് ഇവിടെ ഇരിക്കാൻ വയ്യ, പള്ളിയിൽ നിന്നൊക്കെ അച്ഛന്മാർ വരുന്നു ഇതിൻ്റെ തൈ വേണമെന്ന് പറഞ്ഞിട്ട്, ഇത് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഭയങ്കര ഒരു കഥയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബാക്കിയെല്ലാം ഈ കണ്ടൽ കാടുകളെക്കുറിച്ച് ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു മെയിൻ പ്രചോദനം എനിക്കൊരു VK മധുസൂദൻ എന്ന് ഫിഷറീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര നോളജാണ് കണ്ടൽ വനങ്ങളെക്കുറിച്ച്. ഒരു കണ്ടലിൻ്റെ ഇല കൊണ്ട് കാണിച്ചാൽ ഇത് ഇന്ന കണ്ടലാന്ന് പറയും. അങ്ങനെ അപ്പോൾ പുള്ളി ഇവിടെ ഒരു 100-160 വർഷമായിട്ട് വംശനാശം സംഭവിച്ചു പോയെന്നും പറഞ്ഞൊരു കണ്ടലുണ്ട്. അതിൽ ഈ 1880 എത്രയോ ഒരു സായിപ്പ് എഴുതിയ ഒരു ബൊട്ടാനിക്കൽ ബുക്കുണ്ട്. അതിനകത്ത് ഈ കണ്ടലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വർഷം തൊട്ട് ഈ കണ്ടൽ പിന്നെ കണ്ടിട്ടില്ലെന്നാണ് ഫോറസ്റ്റിൻ്റെ റെക്കോർഡ്. ഇത് ഈ മധുസാർ ഇവിടെ ഫാത്തിമ ഐലൻഡിൽ ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. അത് ഇയാൾക്ക് കണ്ടപ്പോഴേ ഇയാൾക്ക് പിടികിട്ടി, ഇത് യെല്ലോ മാംഗ്രോവ് എന്നാണ് അതിന് കോമൺ ആയിട്ട് പറയുന്ന പേര്. പക്ഷേ അത് ഒന്നും കൂടെ ഉറപ്പിക്കാനായിട്ട് നമ്മുടെ SM കോളേജ് രവിസാറില്ലേ, മറ്റേ ബോട്ടണി രവിസാറിനെയും എന്നെയും കൂടെ വള്ളത്തിൽ കയറ്റി അവിടെ കൊണ്ട് രവിസാറ് കണ്ടപ്പോഴേ പറഞ്ഞു ഇത് അത് തന്നെന്ന്. അങ്ങനെ ആ ഒരു സ്റ്റോറി, ഒരു എക്സ്റ്റിങ്ക്റ്റായി പോയെന്ന് വിചാരിച്ച ഒരു കണ്ടൽ മരം ഇവിടെ വീണ്ടും കണ്ടുപിടിച്ചിരിക്കുന്നെന്നും പറഞ്ഞൊരു സ്റ്റോറി ഹിന്ദുവിൽ കൊടുത്തായിരുന്നു. അവിടെ ഉണ്ട്. അല്ല, അവർ പിന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്തു. അത് തന്നെ ഒരു 10-70 വർഷമുള്ള മരമാണെന്നുള്ള രവിസാർ പറഞ്ഞത്. പിന്നെ കാഷ്യൂവിൻ്റെതും ചെയ്തിട്ടുണ്ട് കേട്ടോ. കാഷ്യൂവിൻ്റെ കഥ അതെനിക്ക് ഈ ഹിന്ദുവിൽ ഇരുന്നുകൊണ്ട് കിട്ടിയതാണ്. കഥ ഒരു മനോഹരമായ കഥയാണ് കാഷ്യൂവിൻ്റെ കഥ. ഇവിടെ പറയുന്നത് പിന്നെ കാഷ്യൂ ഇവിടെ പ്രോസസ്സിങ് കൊണ്ടുവന്നത് അങ്ങനെ പേരെനിക്ക് മറന്നുപോയി. ഈ SMBയുടെയൊക്കെ ഒരു ട്രസ്റ്റി ആയിട്ടൊക്കെ കുറേ നാളായി മരിച്ചു പോയിട്ട്. യഥാർത്ഥത്തിൽ ഈ കാഷ്യൂവിൻ്റെ പ്രോസസ്സിങ് മൊത്തം നടന്നുകൊണ്ടിരുന്നത് ഗോവയിലാണ്. കുറച്ചൊക്കെ ഇവിടെ നടക്കുമായിരുന്നു കൊണ്ടുവന്നിട്ട്. അതായത് അമേരിക്കയ്ക്ക് ഈ കാഷ്യൂ വേണം, ബിസ്ക്കറ്റ് കമ്പനിക്കും ഈ ചോക്ലേറ്റ് കമ്പനിയൊക്കെ ഈ കാഷ്യൂ വേണം. അപ്പോൾ ഇത് എടുക്കാനായിട്ട് ഒരാൾ വരുമായിരുന്നു.
ഒരു സായിപ്പ്, അമേരിക്കക്കാരനൊരു സായിപ്പ് വരുവായിരുന്നു. സ്വാമിനാഥൻ എന്നാന്ന് തോന്നുന്നു അയാളുടെ പേര്, ഞാൻ ഈ മറന്നുപോയ ഇത് ഇത് വേറൊരു സായിപ്പാണ്. ഈ സായിപ്പ് ഇവിടെ വന്ന് ഇത് എടുത്തുകൊണ്ട് പോയി സായിപ്പിനൊരു ഐഡിയ തോന്നി. അന്ന് കൊല്ലം ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബായിരുന്നു. ആശ്രാമത്ത് മൊത്തം ടൈൽ ഫാക്ടറിയും പിന്നെ കുറേ ഫാക്ടറീസൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾക്കൊരു ഐഡിയ തോന്നി, ഈ സ്ഥലത്ത് എന്തുകൊണ്ട് ഇതിനെ ഒന്നും കൂടെ ഓർഗനൈസ് ചെയ്തുകൂടാ. അങ്ങനെ ഇയാൾ അന്നൊക്കെ ഗോവയിലും കണ്ണൂരിലും ഒക്കെ ഒരുപാട് കാഷ്യൂ പ്ലാന്റേഷൻസ് ഉണ്ടായിരുന്നു. ഇവിടുന്നൊക്കെ സംഭരിച്ച് ഇയാൾ ഇതിനെ ഒന്ന് ഓർഗനൈസ് ആക്കി. ഇയാളുടെ അന്നത്തെ ഒരു കാളവണ്ടിക്കാരനാണ് തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ. ഈ സ്വാമിനാഥൻ എന്ന് പറയുന്ന ആൾ ഇയാളുടെ മാനേജരായിരുന്നു. ഇയാൾക്ക് ഈ പറയുന്ന കണക്ക് ഈ തിരുവിതാംകൂറിനോടും ഈ കൊച്ചിയോടും മലബാറിനോടും എന്തോ അന്നങ്ങനെയായിരുന്നല്ലോ, ഒരു പ്രേമം പോലെ തോന്നി. ഇയാൾക്ക് ഇവിടുന്ന് പോകാൻ ഇഷ്ടമില്ല. അങ്ങനെ ഇയാൾ വീട് വെച്ച്, ആ വീടാണ് ഇന്ന് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇയാൾക്ക് ആ വീട്ടിൽ വെച്ച് ഒരു മകൾ ജനിച്ചു. ആ മകൾക്ക് ഇയാളിട്ട പേര് കേരള എന്ന്. അന്ന് കേരള ഇല്ല, കേരള എന്നൊരു സ്ഥലമേ ഇല്ല, ഒരു സങ്കല്പമായിരുന്നു, ഒരു മിത്തായിരുന്നു. ഇയാളിട്ടു. ആ സ്ത്രീ ഈ അടുത്ത കാലത്ത് വരെ എൻ്റെ കൂടെ ബന്ധമുണ്ടായിരുന്നു. അപ്പം അവർ വയസ്സായി, അവർക്ക് 2 വലിയ പെൺമക്കളുമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഈ പഴയ ഫോട്ടോ എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അവരിവിടെ ആരെയോ കോണ്ടാക്ട് ചെയ്ത് ഇതൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ച് കണ്ടുപിടിച്ച് ഈ അപ്പൻ്റെ സ്ഥലത്ത് വരാനായിട്ട് അവർ വന്ന് ഈ നമ്മുടെ AYK ഓഡിറ്റോറിയം ഇല്ലേ ആശ്രാമത്ത്, ആ AYK ഓഡിറ്റോറിയത്തിന് ഒരു പഴയ ഓഡിറ്റോറിയം ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ആയിരുന്നു ഈ കേരളയുടെ അപ്പൻ്റെ ഓഫീസ്. പിന്നെ മറ്റേത് ഇവിടെയായിരുന്നു, ഈ മുണ്ടയ്ക്കല്ല, ഇയാളുടെ വീട്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ആ സമയത്താണ് സെക്കൻഡ് വേൾഡ് വാർ, 38-39 സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പം അമേരിക്ക ഒരു ഇത് പുറപ്പെടുവിച്ചു, അമേരിക്കൻ സിറ്റിസൺസ് എവിടെ ഉണ്ടെങ്കിലും തിരിച്ചു വരണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ഇയാൾ തിരിച്ചു പോയതെങ്ങനെ, ഇയാൾ വെച്ച വീട് അന്ന് കൊയിലോൺ ബാങ്കാണ് ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലത്തെ ആ നേഴ്സുമാരുടെ ഒരു കൊയിലോൺ ബാങ്കിൽ പണയം വെച്ചിട്ട് ഇയാൾ ഈ ബിസിനസ് മൊത്തം സ്വാമിനാഥനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോയിട്ട് പറഞ്ഞു, യുദ്ധം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരുമെന്ന്. പക്ഷെ സ്വാമിനാഥൻ ഇയാളെ ഇവിടെ വരാൻ സമ്മതിക്കത്തില്ല. ഈ വീട്, ഈ ബിസിനസ്സിൽ നിന്ന് കാശെടുത്ത് ഈ വീട് ബാങ്കിലെ കടം വീട്ടി വീട് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അയാൾ അതൊന്നും ചെയ്തില്ല. അയാൾ ബാങ്ക് അത് ലേലം വെച്ചിട്ട് മണ്ണ് കമ്പനിയിൽ ഒരു FX പെരേരയാണ്. ആ FX പെരേരയാണ് പിന്നെ ആ വീട് ലേലത്തിൽ പിടിച്ചത്. ആ വീട് ലേലത്തിൽ പിടിച്ചു. ബാക്കി കശുവണ്ടി മൊത്തം സ്വാമിനാഥൻ്റെ കയ്യിൽ വന്നു. സ്വാമിനാഥൻ ഇയാളെ വിരട്ടി നിർത്തും, ഇങ്ങോട്ട് വരലേ ആകെപ്പാടെ പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് ഈ പാവപ്പെട്ടവൻ വരാതെ ഇരുന്നു. അങ്ങനെ ഒരു ചതിവ് കാണിച്ചു സ്വാമിനാഥൻ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് അയാൾ ഈ കേരള എന്നോട് പറഞ്ഞത് അച്ഛൻ നീറി മരിച്ചെന്ന്, ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര കണ്ണുനീരിലായിരുന്നു. ഈ വീട് കാണാനൊന്നും പറ്റിയില്ല, വീടൊക്കെ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഒരു കഥ ഈ കശുവണ്ടിയുടെ ബാക്കിലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മുസ്ലിയാർ കാഷ്യൂ രംഗത്തോട്ട് എൻ്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇരിപ്പുണ്ട്, ഞാൻ CD വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് എനിക്കിപ്പം, ഞാൻ ഇതും വാടക വീടാണ്. ഞാനിങ്ങനെ ഓരോ വീടും, എൻ്റെ ഒരു ഫാമിലി പ്രോപ്പർട്ടി ഉണ്ട് കടപ്പാക്കട, 3 ഡിസ്പ്യൂട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അതിനകത്ത് ഈ മുസ്ലിയാറൊക്കെ നിൽപ്പുണ്ട്, തലപ്പാക്കെട്ടൊക്കെ കെട്ടി കാളവണ്ടിയുടെ വടിയൊക്കെ കയ്യിൽ വെച്ചിട്ട് നിൽപ്പുണ്ട്. പിന്നെ അപ്പം മുസ്ലിയാരുടെ ഒരു അഡ്വാൻറ്റേജ് എന്തുവായിരുന്നു വെച്ചാൽ,
ഈ കശുവണ്ടി വിളവെടുത്ത് തുടങ്ങുമ്പോൾ ജൂൺ മാസത്തിലാണ് നമ്മുടെ നാടൻ തോട്ടണ്ടി വിളവെടുക്കുന്നത്. ഇവിടെ മഴ പെയ്യും. പക്ഷെ കശുവണ്ടി സംഭരിച്ച് കൊണ്ടുവന്ന് അതിനെ ഉണക്കണം. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ചെങ്കോട്ടയിൽ സ്ഥലം മേടിച്ച് അവിടെ നല്ല ചൂടായിരിക്കും ആ സമയത്ത്. എന്നിട്ട് ഈ കശുവണ്ടി എല്ലാം കൊണ്ട് അവിടെ കൊണ്ടിട്ട് പോയി ഉണക്കി സ്റ്റോക്ക് ചെയ്ത് പിന്നെ ഇവിടെ കൊണ്ടുവരും. പിന്നെ ഈ വ്യവസായം അങ്ങ് വളരാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടുത്തെ കശുവണ്ടി കൊണ്ട് മാത്രം പോരാ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കശുവണ്ടി ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്, നാടൻ തോട്ടണ്ടിയാണ്. അതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടറായിരുന്നു, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു വിയറ്റ്നാം. ഇന്നിപ്പോൾ വിയറ്റ്നാം ഇവിടെ നമുക്ക് കശുവണ്ടി തരുന്നു, പ്രോസസ്സ് ചെയ്ത പരിപ്പ് നമുക്ക് തരുന്നു. അവരാണ് ഇപ്പോൾ ഏറ്റവും വലിയ കാഷ്യൂ എക്സ്പോർട്ടറായിട്ട് മാറിയത്. നമ്മുടേത് അതപ്പൊതിച്ചു പോയി. അപ്പോൾ ഇപ്പം നമ്മൾ പല സ്റ്റോറിലും ഒക്കെ പോയി മേടിച്ചാൽ കൂടുതലും വിയറ്റ്നാം കശുവണ്ടിയാണ് അവിടെ സ്റ്റോക്ക് ചെയ്ത് പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ കശുവണ്ടി അല്ല. ഇവിടെ കൊല്ലത്ത് പ്രോസസ്സ് ചെയ്തല്ല പലതും, വിയറ്റ്നാമിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് അവർ ഇവിടെ കശുവണ്ടിക്ക് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ അവർ 600 രൂപയ്ക്ക് ഇങ്ങനെ തരും തന്നിട്ട്. പക്ഷേ ഞാൻ അറിഞ്ഞത് നമ്മുടെ തന്നെ ആൾക്കാർ അവിടെ പോയി പ്രോസസ്സിങ് തുടങ്ങിയത്. കാരണം ഇവിടുത്തെ ഈ ട്രേഡ് യൂണിയൻ മിലിറ്റൻസി കാരണം. അതുപോലെ ഞാൻ ഒരു 3 ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ഇംഗ്ലീഷാണ്, 1 മലയാളമാണ്. മലയാളം ബുക്ക് പിന്നെ ബാബുവിൻ്റെ ഇൻ്റർവെൻഷനിൽ അത് മീഡിയ അക്കാഡമി തന്നെയാണ് പബ്ലിഷ് ചെയ്തത്. അതൊരു വലിയ ചടങ്ങായിട്ട് അതിൻ്റെ റിലീസ് ഇവിടെ നടത്തി. സായിനാഥ് വന്നാണ് അത് ലോഞ്ച് ചെയ്തത് ബുക്ക്. പിന്നെ ഒരു ഇംഗ്ലീഷ് ബുക്ക് ഒന്ന് എഴുതിയത് ഈ ശബരിമലയെക്കുറിച്ചായിരുന്നു. അത് ഈ ശബരിമലയുടെ അന്നത്തെ കോടതി വിധിയുടെ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഞാനത് എഴുതിയത്. അപ്പോൾ ഞാൻ എഴുതിയെന്ന് വെച്ചാൽ ശബരിമലയുടെ വിശ്വാസങ്ങളെക്കുറിച്ചൊന്നുമല്ല, ശബരിമലയ്ക്ക് ഒരുപാട് അവകാശികളുണ്ട്. ഒരുപാട് പേര് ശബരിമലയുടെ അവകാശം പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പോഴത്തെ ഈ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും മകൻ എന്നുള്ളത്. ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ബുദ്ധന്മാരുടെ ഒരു അവകാശം, പിന്നെ മലയാരിയന്മാരുടെ അവകാശം, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ അവകാശം, അങ്ങനെ വെച്ചിട്ട് ദേവസ്വം ബോർഡിൻ്റെ അവകാശം. അപ്പോൾ ഞാൻ 18 പടിയിൽ 18 അവകാശികൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ബുക്കിന് ടൈറ്റിൽ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറൊരു ഇംഗ്ലീഷ് ബുക്ക് എഴുതിയത് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. കോവിഡിൻ്റെ സമയത്ത് പരിസ്ഥിതി ഒരുപാടങ്ങ് ആരോഗ്യപരമായി. അപ്പോൾ പരിസ്ഥിതിയെ ഒരു ഫാൻറ്റസി ആയിരുന്നത്, പരിസ്ഥിതിയെ മെയിൻ കഥാപാത്രമാക്കിക്കൊണ്ട് പരിസ്ഥിതിയും മൃഗങ്ങളും കോവിഡിനെ എങ്ങനെ വെൽക്കം ചെയ്തു എന്നുള്ളതും, അവർ കോവിഡ് കാരണം മനുഷ്യരെല്ലാം അകത്തിരുന്നപ്പോൾ അവരെങ്ങനെ വിലസി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബുക്ക് എഴുതി. ഒരു ബുക്ക് അത് കിൻഡിലാണ് പബ്ലിഷ് ചെയ്തത്. പക്ഷേ എനിക്കതൊന്ന് റീപബ്ലിഷ് ചെയ്യണം ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സ് മൊത്തം ആനിമൽസും ഇതുപോലെ നേച്ചറുമാണ്, എൻവയൺമെൻറ്റുമാണ്. അപ്പോൾ അത് ഇവർ തന്നെ എന്തൊക്കെ ഗുണങ്ങൾ ഈ ആനിമൽ വേൾഡിനും പരിസ്ഥിതിക്കും ഉണ്ടായെന്നുള്ളത് ലോകം മൊത്തം അറിയിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അവരൊരു മീഡിയ തുടങ്ങിയതും, ആ മീഡിയ വഴി അവർ ആനിമൽ വേൾഡിനെ അറിയിച്ച കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു ഫാൻറ്റസി ആയിട്ട് എഴുതിയതാണ്. കുറേ പേര് വായിച്ചു, കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതെനിക്ക് ഒന്നും കൂടെ ഒന്ന് പബ്ലിഷ് ചെയ്യണം. പിന്നെ ഉള്ളത് ഈ ബോംബെ ടു മുംബൈ എന്ന് പറഞ്ഞുള്ള ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ഈ ബോംബെ എന്നുണ്ടായിരുന്ന പേരുണ്ടായിരുന്നപ്പോൾ അതിനൊരു പ്രത്യേക ഗ്ലാമറായിരുന്നു. അത് മുംബൈ ആയപ്പോഴത്തേക്ക് ആ പഴയ ഗ്ലാമറെല്ലാം പോയി. ഇപ്പം നമുക്ക് അന്ന് ഞാൻ പറഞ്ഞതുപോലെ ആർക്ക് വേണമെങ്കിലും ബോംബെ പോയി കഴിവുണ്ടെങ്കിൽ നന്നാവാം. ഇന്ന് അത് പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഒരുപാട് സൺസ് ഓഫ് ദ സോയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുപോയി. അത് വളരെ സ്ട്രോങ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയത്.
അപ്പം ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ബോംബെ ഭയങ്കര ചോയ്സായിരുന്നു നമുക്ക്. ആദരവുകൾ കുറേ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ഒരു എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു അവാർഡൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ കാരണം ഇത് പല അവാർഡും ഞാൻ നോക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യാതെ നമുക്ക് എനിക്ക് അതിനോടൊരു എതിർപ്പുണ്ടായിരുന്നു. നമ്മൾ അംഗീകരിക്കുന്നെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് അംഗീകരിക്കും. പക്ഷെ ആ ഒരു സിസ്റ്റം കേരളത്തിലില്ല. ഇവിടെ പലവർക്കും പല അവാർഡുകൾ കിട്ടുന്നത് ആ അവാർഡിന് അവർ കട്ടിങ്സൊക്കെ വെച്ച് അപ്ലൈ ചെയ്ത് അതിൽ സെലക്ട് ചെയ്ത് ഞാൻ അങ്ങനെയുള്ള ജഡ്ജിങ് കമ്മിറ്റിക്കകത്തുമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പം വി ലക്ഷ്മണൻ അവാർഡും അതും ഇതുമൊക്കെ ആ കമ്മിറ്റിക്കകത്ത് ഞാനും ഉണ്ടായിരുന്നു. നമ്മളത് ആപ്ലിക്കൻസ് വരുന്നതനുസരിച്ചേ ഉള്ളൂ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ജനറലായിട്ടുള്ള ഒരു ജേർണലിസം ഇപ്പം നോവൽ പിന്നെ മാക്സസ് അവാർഡ് എന്നൊക്കെ പറയുന്നത് അതെനിക്ക് തോന്നുന്നു അപ്ലൈ ചെയ്യാതെ തന്നെ അതിനെ അംഗീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അവാർഡാണ്. അങ്ങനത്തെ ഒരു അവാർഡ് അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിവിടെ കൊല്ലം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഒരു 3 കൊല്ലം സെക്രട്ടറി ആയിരുന്നു. എനിക്കൊന്നും ഈ മില്ലനിയം തുടങ്ങുമ്പോൾ ഞാനായിരുന്നു സെക്രട്ടറി. ഈ 2000 ക്ലോക്ക് ചെയ്യുമ്പം അന്നത്തെ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ സെക്രട്ടറി ആയിട്ട് ഇരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയാം. അത് ഭയങ്കര ഡിപ്ലോമസി വേണം. ഇതിനകത്ത് വരുമാനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ദൂർത്തടിക്കാതെയൊക്കെ പിടിച്ച് വെച്ച് പോകുന്നതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. എൻ്റെ കാലത്ത് ആണ് സത്യം പറഞ്ഞാൽ പ്രസ് ക്ലബിനൊരു സേവിങ്സ് വന്നു തുടങ്ങിയത്. അതിൽ തന്നെ ഞാൻ പിന്നെ ഈ കാശ് അന്യാധീനപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് എൻ്റെ കാലത്ത് അന്ന് മെമ്പർഷിപ്പിലുള്ള എല്ലാവർക്കും ഓരോ പവൻ വെച്ച് കൊടുക്കുകയും ചെയ്തു. ഓരോ ഗോൾഡ് കോയിൻ അന്നത്തെ കാലത്ത്. അതെനിക്ക് തോന്നുന്നു 2001 തോന്നുന്നു. 2001 പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്ന് സൗഹൃദത്തെക്കാളും ശത്രുതയാണ് ഞാൻ കൂടുതലും സമ്പാദിച്ചത് എന്നും കൂടെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ജോയിൻറ്റ് രജിസ്ട്രാർ ആയിട്ടാണ് 70 അവസാനമൊക്കെ റിട്ടയർ ആകുന്നത്. അന്ന് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ജോയിൻറ്റ് രജിസ്ട്രാറേ ഉള്ളൂ. ഇന്നിപ്പോൾ എല്ലാ ജില്ലയിലും ഓരോ ജോയിൻറ്റ് രജിസ്ട്രാർമാരുണ്ട്. അന്ന് രജിസ്ട്രാർ കഴിഞ്ഞാൽ ജോയിൻറ്റ് രജിസ്ട്രാർ. ആ ഓഫീസ് തിരുവനന്തപുരത്തായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ പേര് HF പെരേര എന്ന്. അതായത് HF അങ്ങനെയാണ് അറിയപ്പെട്ടത് ഒഫീഷ്യൽ സർക്കിൾസിലൊക്കെ. അമ്മ ഹൗസ് വൈഫ് തന്നെയായിരുന്നു. അമ്മയുടെ പേര് എൽമ പെരേര എന്നായിരുന്നു അമ്മ. ഞങ്ങളുടെ വീട് കടപ്പാക്കടയിലാണ്. നായസ് ഹോസ്പിറ്റൽ റോഡിൽ തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെയാണ് വീട്. പിന്നെ ഭാര്യ എറണാകുളത്തിനാണ്. എറണാകുളത്തായിരുന്നെങ്കിലും ഭാര്യയുടെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അപ്പം എറണാകുളത്തിന് വെളിയിലായിരുന്നു കൂടുതൽ നാളും ജീവിച്ചതുമൊക്കെ. അപ്പോൾ നല്ലപോലെ ഹിന്ദിയും ഒക്കെ സംസാരിക്കും. ജെസ്സി എന്നാണ് പേര്. ജെസ്സി ഇവിടെ ദേവമാതായിൽ ടീച്ചറായിട്ട് 21 വർഷം ടീച്ചറായിട്ട് ഇപ്പോൾ റിട്ടയറായി. 2 ആൺമക്കളാണ്. മൂത്താൾ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ നാഷണൽ എഡിറ്റേഴ്സിൽ ഒരാളാണ്. ആൻഡ്രൂ എന്നാണ് പേര്. രണ്ടാമത്തെ ആളുടെ പേര് പാട്രിക് എന്നാണ്. അവൻ ദുബൈയിലാണ്. ഒരു പേസ്ട്രി ഷെഫാണ്. നമ്മുടെ വയനാടുള്ള ഓറിയൻ്റൽ കോളേജ് പഠിച്ചിട്ട് അതൊരു ഡിഗ്രി കോഴ്സായിരുന്നു. എനിക്ക് തോന്നുന്നു ഡിഗ്രി കോഴ്സ് ഹോട്ടൽ മാനേജ്മെൻറ്റ് സെക്ടറിൽ ഓഫർ ചെയ്യുന്ന ഒരേ ഒരു കോളേജ് അതേ ഉള്ളെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇപ്പം വൺ ആൻഡ് ഓൺലി എന്ന് പറയുന്ന ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ പേസ്ട്രി ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്നത് തിരുമുല്ലാവാരത്താണ്, ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. അപ്പം വൈകുന്നേരങ്ങളിൽ നല്ല ചൂടുള്ള ദിവസങ്ങളിലൊക്കെ തിരുമുല്ലാവാരം ബീച്ചിലൊക്കെ പോയി ഇവിടെ നടന്നു പോകാനേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ആസ്വദിച്ച് വരും. ഇപ്പം ഞാൻ നോക്കുമ്പോൾ തിരുമുല്ലാവാരത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടൽ പണിത് വരുന്നുണ്ട്. അത് താജ് ഗ്രൂപ്പിൻ്റെ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഏതാണ്ട് പണി സ്ട്രക്ചറിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് നിൽപ്പുണ്ട്.
പിന്നെ ഈ അമ്പലം തന്നെ വളരെ ഫേമസ് ആണ്. ഇവിടെയാണ് ബലിതർപ്പണമൊക്കെ നടക്കാറുള്ള സ്ഥലം. അപ്പോൾ കർക്കിടക അന്ന് ഞങ്ങൾക്കൊന്നും വെളിയിൽ ഇറങ്ങാനൊക്കത്തില്ല, റോഡെല്ലാം ബ്ലോക്ക്ഡ് ആയിരിക്കും. പക്ഷെ അത് ഒരു മനോഹരമായ കാഴ്ചയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ആ പിതൃത്വ തർപ്പണം നടത്തിക്കിട്ട് പോകുന്നത്. അത് കർക്കിടക മാത്രമല്ല, ഡെയിലി ആൾക്കാർ വരുന്നു. ഡെയിലി ഞാൻ ചിലപ്പോൾ അവിടെ നടക്കാൻ പോകുമ്പോൾ, കാലത്ത് നടക്കാൻ പോകുമ്പോൾ എങ്ങനെ പോയാലും ഒരു 10-500 പേര് ദിവസേന വരുന്നുണ്ട്. ആ, അങ്ങനത്തെ ഒരു ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിച്വലാണ് ആ നടക്കുന്നത്. പിന്നെ അമ്പലത്തിലെ ഉത്സവം കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ അടുത്ത്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അടുത്തൊരു പള്ളിയുമുണ്ട്. അപ്പോൾ അവിടെയും പോകാം, ഈ അമ്പലക്കാഴ്ചകളും കാണാം. അത് സെക്കുലർ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ ഒരു സെക്കുലർ മൈൻഡഡ് ആളാണ് ഞാൻ. എല്ലായിടത്തും പോവും. നാഗൂരും പോയിട്ടുണ്ട്, വേളാങ്കണ്ണിയിലും പോയിട്ടുണ്ട്, ശബരിമലയിലും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷപാതമൊന്നുമില്ല. എല്ലായിടത്തും പോയി പ്രാർത്ഥന ഉള്ളതാണല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ട്.